ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എക്സ്പ്രസ് ചെയ്യാം. ഞാൻ എന്നെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ്. ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ദയവ് ചെയ്തൊരു കാര്യം ചെയ്യണം. കൈവശം ഉണ്ടെങ്കിൽ എവിഡൻസ് ആക്ടും CRPCയും ഒന്ന് കൂടെ വെച്ചിരുന്ന വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, എവിഡൻസ് ആക്ടും CRPCയും ഉണ്ടെങ്കിൽ ഒന്ന് കൈവശം വെച്ചു. ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺട്രഡിക്ഷൻ, കൊറോബറേഷനിലേക്ക് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കൊറോബറേഷൻ നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എവിഡൻസ് ആക്ടിന്റെ സെക്ഷൻ 5 മെൻഷൻ ചെയ്യാതെ കൊറോബറേഷനിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സെക്ഷൻ 5 കൊറോബറേഷൻ മാത്രമല്ല, സെക്ഷൻ 5 പഠിക്കാതെ നമുക്കൊരു എവിഡൻസ് ആക്ട് നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. എവിഡൻസ് ആക്ട് മാത്രമല്ല, നമുക്കൊരു കേസ് നടത്തണമെങ്കിൽ സെക്ഷൻ 5 അറിയാതെ കേസ് നടത്താൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. പലരും നോക്കിയ സെക്ഷനാണ്. എങ്കിലും ഈ കൊറോബറേഷനും കോൺട്രഡിക്ഷനും മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഞാനൊന്നുകൂടെ അത് റിഫ്രഷ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഈ സെക്ഷൻ 5ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സാറിന് എവിടെയാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. സെക്ഷൻ 5ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ഫാക്റ്റില്, ഓൺ വാട്ട് ഫാക്ട് എവിഡൻസ് മേ ബി ഗിവൺ. നമ്മുടെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന സംഭവമുണ്ട്. എന്ത് എവിഡൻസ് അല്ലെങ്കിൽ ഹൗ മച്ച് എവിഡൻസ്, അതല്ല സെക്ഷൻ 5 പറയുന്നത്. ഏത് ഫാക്റ്റില് എവിഡൻസ് നൽകാൻ കഴിയും, അതാണ് സെക്ഷൻ. അത് ആദ്യമേ അത് മനസ്സിലേക്ക് ഉറപ്പിക്കുക. ഏത് ഫാക്റ്റില് എവിഡൻസ് നൽകാൻ കഴിയും എന്ന് മാത്രമാണ് സെക്ഷൻ 5 പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ഏതൊക്കെ ഫാക്ട് പ്രൂവ് ചെയ്യാൻ അങ്ങനെ പോലും ഞാൻ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പോലും ഒരുപക്ഷെ സെക്ഷൻ 5ന്റെ പരിധിയിൽ നിൽക്കില്ല. പിന്നീട് ഞാൻ മനസ്സിലാക്കി തരാം അതെന്തുകൊണ്ട് പറയാൻ സാധിക്കാത്തതെന്ന്. ഏതൊക്കെ ഫാക്ട് നമുക്ക് ഫാക്റ്റില് എവിഡൻസ് നമുക്ക് അഡ്യൂസ് ചെയ്യാൻ സാധിക്കും, ഇതാണ് സെക്ഷൻ 5 പറയുന്നത്. അല്ലാതെ എന്ത് എവിഡൻസോ അല്ലെങ്കിൽ എത്രമാത്രം എവിഡൻസ് എന്നോ ഒരിക്കലും സെക്ഷൻ 5 പറയുന്നില്ല. ഞാൻ എവിടെയോ വായിച്ചതാണ്, ഫാക്ടിന് ഇഷ്യൂനെ സംബന്ധിച്ച് എന്ത് എവിഡൻസ് നൽകാമെന്ന് എവിടെയോ എഴുതിയിട്ടുണ്ട്. തെറ്റാണത്. ഓക്കെ, ഇത് ഈ സെക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെർമിസീവ് ആസ് വെൽ ആസ് റെസ്ട്രിക്റ്റീവ് സെക്ഷൻ ആണ്. പെർമിസീവ് ഇൻ ദ സെൻസ് മീൻസ് ഈ സെക്ഷൻ 5 പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, ഫാക്ട്സിനെ സംബന്ധിച്ച് മാത്രമേ നമുക്ക് ഒരു ഏത് കേസായാലും, സിവിൽ സ്യൂട്ടിലെ ഏത് കേസായാലും അല്ലെങ്കിൽ ക്രിമിനൽ കേസ് ഏത് കേസോ ആയിക്കോളൂ, സെക്ഷൻ 5 പറയുന്ന ഫാക്ട്സ്, ആ ഫാക്ട്സിനെ സംബന്ധിച്ച് മാത്രമേ പാർട്ടീസിന് എവിഡൻസ് അഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എവിഡൻസ് അഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെർമിസീവ് എന്ന് പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞു അത് റെസ്ട്രിക്റ്റീവ് ആണെന്ന് പറയുന്നു. റെസ്ട്രിക്റ്റീവ് എന്ന് പറയാൻ കാരണം സെക്ഷൻ 5 പറയുന്ന ഫാക്ട്സിനെ സംബന്ധിച്ച് മാത്രമേ എവിഡൻസ് അഡ്യൂസ് ചെയ്യാൻ സാധിക്കൂ. നേരത്തെ പെർമിസീവ് മീൻസ് സെക്ഷൻ 5 പറയുന്ന ഫാക്ട്സിനെ സംബന്ധിച്ച് നമുക്ക് ആസ് എ റൈറ്റ് ആണ്, ഒരു പാർട്ടിയുടെ റൈറ്റ് ആണ്, എവിഡൻസ് അഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സെയിം ടൈം റെസ്ട്രിക്റ്റീവ് ആണ് ഇൻ ദ സെൻസ് ദാറ്റ് അതിൽ പറയുന്ന ഫാക്ട്സിനെ സംബന്ധിച്ച് മാത്രമേ പാർട്ടീസിന് എവിഡൻസ് അഡ്യൂസ് ചെയ്യാൻ സാധിക്കൂ. ആ സെക്ഷനിൽ ലാസ്റ്റ് എന്ന് പറയുന്നുണ്ട് ആൻഡ് ഓഫ് നോ അതേഴ്സ്. അതിലേക്ക് പോകാം. അപ്പൊ സെക്ഷൻ 5 പറയാത്ത ഒരു ഫാക്ടിനെ സംബന്ധിച്ചും ഒരു കേസിലും ഒരു സ്യൂട്ടിലും ഒരു ക്രിമിനൽ ഏത് ക്രിമിനൽ കേസ് ആയാലും എവിഡൻസ് അഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് പഠിച്ചു വെച്ചുന്ന ഒരു ഗുണമുണ്ട്. കാര്യം വെച്ചാൽ ഒരു പാർട്ടി എവിഡൻസുമായിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫാക്ട് പ്രൂവ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന് പറയാം ഈ ഫാക്ടിന്റെ മേൽക്ക് എവിഡൻസ് പെർമിസിബിൾ അല്ല, എവിഡൻസ് പെർമിസിബിൾ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സെക്ഷൻ 5ലേക്ക് പോവാം. സെക്ഷൻ 5 പറയുന്നത് എവിഡൻസ് മേ ബി ഗിവൺ ഇൻ സ്യൂട്ട് ഓർ പ്രൊസീഡിങ്സ് of the existence or non-existence of every fact in issue or such other facts as are hereinafter declared to be relevant and of no others. Evidence Act under section 5 എന്ന് എടുത്ത് വെച്ചേക്കുക. Evidence may be given in suit or proceedings of the existence or non-existence of every fact in issue or of such other facts as are hereinafter declared to be relevant and of no others. ഇതാണ് സെക്ഷൻ 5 പറയുന്നത്. നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഞാൻ അത് വായിക്കാം. Evidence may be given
ഇൻ സ്യൂട്ട്സ് ഓർ പ്രൊസീഡിങ്സ്. നിങ്ങൾ അത്രയും വിട്ടയ്ക്കുക, അതിൽ വലിയ കാര്യമൊന്നുമില്ല. സ്യൂട്ട് ആയാലും പ്രൊസീഡിങ്സ് മീൻസ് ക്രിമിനൽ കേസ്, അതുകൊണ്ട് അതങ്ങ് വിട്ടയ്ക്കുക. അപ്പം ബാക്കി അത്രയും വിട്ടിട്ട് വായിക്കുക. എവിഡൻസ് മേ ബി ഗിവൺ ഓഫ് ദി എക്സിസ്റ്റൻസ് ഓർ നോൺ എക്സിസ്റ്റൻസ് ഓഫ് എവരി ഫാക്ട് ഇൻ ഇഷ്യൂ. അത്രയും നിൽക്കട്ടെ. ഫസ്റ്റ് പാർട്ട്. Evidence may be given of the existence or non-existence of every fact in issue. ഈ ഫാക്ട് ഇൻ ഇഷ്യൂ ഒരു അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം അറിയാവുന്നതാണ് ഫാക്ട് ഇൻ ഇഷ്യൂ. മാത്രമല്ല സെക്ഷൻ 3 ഫാക്ട് എന്താണെന്ന്, ഫാക്ട് ഇൻ ഇഷ്യൂ എന്താണെന്നൊക്കെ എവിഡൻസ് ആക്ടിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം സിവിൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത് കോർട്ട് സെറ്റിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കോർട്ട് ഫ്രെയിം ചെയ്യുന്ന ഇഷ്യൂസ് ആണ് സിവിൽ കേസിനെ സംബന്ധിച്ചിടത്തോളം. ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാക്ട് ഇൻ ഇഷ്യൂ, അതായത് സെക്ഷൻ 5 പറയുന്ന ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത് ആർക്കെങ്കിലും പറയാമോ? ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം സെക്ഷൻ 5 പറയുന്ന ഫാക്ട് ഇൻ ഇഷ്യൂ, സിവിൽ കേസിൽ കോടതി സെറ്റിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കോടതി ഫ്രെയിം ചെയ്യുന്ന ഇഷ്യൂസ് ആണ് ഫാക്ട് ഇൻ ഇഷ്യൂ. ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത് കോർട്ട് ചാർജ്. കറക്റ്റ് ആണ്. പോയിന്റ്സ് അല്ല, ജഡ്ജ്മെന്റിൽ പോയിന്റ്സ് റേസ് ചെയ്യും, സിവിൽ കേസിൽ ഇഷ്യൂസ് റേസ് ചെയ്യും. അതുപോലെ പോയിന്റ്സ് അല്ല, കോർട്ട് ഫ്രെയിം ചെയ്യുന്ന ചാർജ്, അല്ലാതെ പോലീസ് നൽകുന്ന ചാർജ് അല്ല. അത് പലരും തെറ്റിദ്ധാരണയാണ്. കാര്യം എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പല കേസിലും, ക്രിമിനൽ കേസിലും ആർഗ്യ ചെയ്യുന്ന സമയത്ത് പോലീസ് നൽകിയിരിക്കുന്ന ചാർജ് നോക്കിയിട്ട് അതിൽ പറയുന്ന സെക്ഷനെ ബേസ് ചെയ്തായിരിക്കും ആർഗ്യ ചെയ്യുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഒരു പുതിയ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം അവിടുത്തെ ബെഞ്ച് ക്ലർക്കിനോട് ചോദിക്കും, സിവിൽ സൈഡിലേക്കാണെങ്കിൽ ചോദിക്കാറുണ്ട്, ഇവിടുത്തെ അഡ്വക്കേറ്റ്സ് കേസിൽ വന്ന ഇഷ്യൂസ് കോപ്പി എടുക്കുകയോ പരിശോധിക്കുകയോ ചെയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പണ്ടൊക്കെ അതുണ്ടായിരുന്നു. പറയും ചില സീനിയർ അഡ്വക്കേറ്റ്സ് ചില കേസിൽ വന്ന് ഇഷ്യൂസ് എന്താണെന്ന് നോക്കിയിട്ട് പോകാറുണ്ടെന്ന് ബെഞ്ച് ക്ലർക്ക് പറയും. ചില സീനിയർ അഡ്വക്കേറ്റ്സ് മാത്രം, ആ ഒരു പതിവൊക്കെ തെറ്റിയിരിക്കുന്നു. അപ്പം സാധാരണ ഇതിൽ ഇപ്പം സിവിൽ കേസ് നടത്തുന്ന അഡ്വക്കേറ്റ്സിന് എന്താണ് കോർട്ട് ഫ്രെയിം കോർട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്ന ഇഷ്യൂസ് എന്ന് ആരും നോക്കാറില്ല. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ ക്രിമിനൽ കോർട്ടിൽ പോവുകയാണെങ്കിൽ ചോദിക്കും, കോടതി ഫ്രെയിം ചെയ്യുന്ന ചാർജ് ഏതെങ്കിലും അഡ്വക്കേറ്റ് വന്ന് നോക്കി വായിച്ചു നോക്കിയോ കോപ്പി എടുക്കുകയോ ചെയ്യാറുണ്ടെന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ റീസെന്റ് ബെഞ്ച് ക്ലർക്ക് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ബെഞ്ച് ക്ലർക്കിന് പോലും അറിയില്ല എന്ന് പറയും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിന്റെ അവസ്ഥ. പോട്ടെ. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. ഫസ്റ്റ് പാർട്ട് പറയുന്നത് എവിഡൻസ് മേ ബി ഗിവൺ of the existence or non-existence of every fact in issue. Fact in issue clear ആയി. Okay. Of the existence and non-existence of every fact in issue. ഇതിനെ നമുക്ക് രണ്ട് ആംഗിൾ ആയിട്ട് തിരിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ്, ഓഫ് ദി എക്സിസ്റ്റൻസ്. സാധാരണ ഇതിൽ നമുക്ക് ഒരു സിവിൽ കേസിൽ എടുക്കുകയാണെങ്കിൽ സപ്പോസ് ഒരു സിമ്പിൾ സ്യൂട്ട് പ്രോമിസറി നോട്ടിന്റെ മേൽക്കുള്ള ഒരു സ്യൂട്ടാണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്കറിയാം അതിലെ ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഡിഫൻഡന്റ് എക്സിക്യൂട്ട് ദ പ്രോമിസറി നോട്ട് ആസ് അവേർഡ് ഇൻ ദ പ്ലെയിൻ ഓർ ആസ് അലിജ്ഡ് ബൈ ദ പ്ലെയിന്റിഫ് ഒക്കെ ആയിരിക്കും. അതിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് കോടതി ഫ്രെയിം ചെയ്യുന്നത്. സപ്പോസ് ഡിഫൻഡന്റ് പ്രോമിസറി നോട്ടിന്റെ എക്സിക്യൂഷൻ ഡിനൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും സാധാരണ അതിൽ കാണുന്ന ഇഷ്യൂ. അപ്പൊ അവിടെ പ്ലെയിന്റിഫ് പ്രൂവ് ചെയ്യേണ്ടത് എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ട് ഇൻ ഇഷ്യൂ. ദാറ്റ് മീൻസ് എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ട് ഇൻ ഇഷ്യൂ അതിൽ വരുന്നത് defendant executed the promissory note. That's positive thing. Existence അങ്ങനെ ഡിഫൻഡന്റ് പ്രോമിസറി നോട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ആ ഫാക്ട് ഇൻ ഇഷ്യൂ ആണ് എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ട് ഇൻ ഇഷ്യൂ. അത് പ്ലെയിന്റിഫ് പ്രൂവ് ചെയ്യണം. അതിനെ സംബന്ധിച്ച് ആ ഫാക്ട് ഇൻ ഇഷ്യൂ സംബന്ധിച്ച് പ്ലെയിന്റിഫിന് എവിഡൻസ് അഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എന്ത് എവിഡൻസ് എന്ന് പറയുന്നില്ല, എവിഡൻസ് അഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വരുന്നുണ്ട് നോൺ ഓഫ് ദി എക്സിസ്റ്റൻസ് ഓർ നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ട് ഇൻ ഇഷ്യൂ. അപ്പോൾ തിരിച്ച് ഡിഫൻഡന്റിന് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം, ഞാൻ അപ്രകാരം ഒരു പ്രോമിസറി നോട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, നോൺ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാം. ഇനി നമുക്കൊരു സിമ്പിൾ ക്രിമിനൽ കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ പറയാ, ഒരു പ്രതിക്ക് ചാർജ് എന്ന് പറയുന്നത് ഹി വാസ് ഇൻ പൊസഷൻ ഓഫ് അരാക്ക് ഓർ ലിക്വർ. അയാള് അരാക്ക് അല്ലെങ്കിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് കൈവശം വെച്ചിരുന്നു, ഇതാണ് ചാർജ്. അപ്പൊ അങ്ങനത്തെ ഉള്ളൊരു കേസിൽ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യേണ്ടത്
പ്രതി എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ട് ആണ്. അത് പ്രതി ഈ നാർക്കോട്ടിക് ഡ്രഗ് കൈവശം വെച്ചിരുന്നു എന്ന് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണം. എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ട്. അതിൽ പ്രതിക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ നോൺ എക്സിസ്റ്റൻസ്, ഞാൻ അപ്രകാരം നാർക്കോട്ടിക് ഡ്രഗ് കൈവശം വെച്ചിട്ടില്ല എന്ന് പ്രതിക്ക് പ്രൂവ് ചെയ്യാം. ഒരു പാർട്ടി എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യുന്ന സമയത്ത് മറു പാർട്ടി അത് നോൺ എക്സിസ്റ്റൻസ് പ്രൂവ്. ഇതാണ് ഒരു ഇതിനെ സംബന്ധിച്ച ഒരു ആംഗിൾ എന്ന് ഞാൻ പറയുന്നത്. ഇനി ശ്രദ്ധിച്ചേക്കുക, ഒരു ജഡ്ജ്മെന്റിലെ ഒരു സെന്റൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആ സെന്റൻസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം, ഞാൻ ചാൻസ് തരാം. ഒരു ക്രിമിനൽ കേസിന്റെ ജഡ്ജ്മെന്റിലെ ഒരു സെന്റൻസ് ആണ്, ശ്രദ്ധിച്ചേക്കുക. അതിൽ പറയുന്നു, പ്രോസിക്യൂഷൻ disproved its case. Prosecution has disproved prosecution's case, its case. Hence, accused is found guilty. Prosecutionന്റെ കേസിനെ ഡിസ്പ്രൂവ് ചെയ്തു. Hence, accused is found guilty. Accusedനെ കുറ്റക്കാരനായിട്ട് കോടതി കണ്ടിരിക്കുന്നു. ചിന്തിച്ചു നോക്കാം. സെന്റൻസ് ഇതാണ്, പ്രോസിക്യൂഷൻ disproved its case, hence accused is found guilty. ജഡ്ജ്മെന്റിലെ ഒരു സെന്റൻസ് ആണ്. ഒരുപക്ഷെ നിങ്ങൾ ആ സെന്റൻസ് ഒരു ജഡ്ജ്മെന്റിൽ കണ്ടിരിക്കാൻ സാധ്യതയില്ല, ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു സെന്റൻസ് ആണ്. പോട്ടെ, വേറെ സിവിൽ കേസിലാണെങ്കിൽ പറയാം, എന്താ പറയാ, the plaintiff is entitled to a degree. The plaintiff is entitled to a degree as he disproved his case that. Okay. Plaintiff is entitled to a degree as he disproved his case that. അയാൾ ആ കേസ് ഡിസ്പ്രൂവ് ചെയ്തുകൊണ്ട് പ്ലെയിന്റിഫിന് ആ കേസിൽ അനുകൂലമായിട്ടൊരു വിധി കിട്ടാനായിട്ട് അർഹനാണ് എന്നൊരു ജഡ്ജ്മെന്റ്. ഈ ക്രിമിനൽ കേസിൽ, ഈ സിവിൽ കേസിൽ ഇങ്ങനെ രണ്ട് സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ ആ സെന്റൻസിന് എന്തെങ്കിലും തെറ്റുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് പറയാം, തെറ്റുണ്ടോ ഇല്ലെന്ന് മാത്രം പറഞ്ഞാൽ. തെറ്റുണ്ട്. ഓക്കെ, അത് മതി. ഓക്കെ, അത് മതി. നോക്കാം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കേസിലും വേണമെങ്കിൽ പറയാം 99.99% ഓഫ് സിവിൽ കേസസിലും പ്ലെയിന്റിഫ് പ്രൂവ് ചെയ്യുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ട് ആണ്. ഒരു സംഭവം ഉണ്ട്, ഒരു പോസിറ്റീവ് തിങ് ആണ് പ്ലെയിന്റിഫ് പ്രൂവ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോമിസറി നോട്ട് ആണെങ്കിൽ പ്ലെയിന്റിഫ് പ്രൂവ് ചെയ്യേണ്ട എക്സിസ്റ്റൻസ് ഓഫ് പ്രോമിസറി നോട്ട്, എക്സിസ്റ്റൻസ് ഓഫ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോമിസറി നോട്ട്. പ്രതി പ്രോമിസറി നോട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യണം. ഇനിയിപ്പോ എന്താ, സ്യൂട്ട് ഫോർ പാർട്ടീഷൻ. ആ പാർട്ടീഷനിലും എക്സിസ്റ്റൻസ് ആണ് പ്രൂവ്. എന്ത് എക്സിസ്റ്റൻസ്? എക്സിസ്റ്റൻസ് ഈസ് റൈറ്റ് ഓഫ് ദ പ്രോപ്പർട്ടി സോ ടു ബി പാർട്ടീഷൻ. അയാൾ പാർട്ടീഷന് കൊടുത്ത കേസിലെ പ്രോപ്പർട്ടിയുടെ മേൽക്ക് അയാൾക്ക് റൈറ്റ് ഉണ്ട് എന്ന് അയാൾ, അതൊക്കെ എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ടിങ് ഇഷ്യൂ ആണ്, ഫാക്ട് ആണ്. ഇനി ഞാൻ ചോദിക്കുന്നതല്ല, ഏതെങ്കിലും സിവിൽ കേസിൽ നോൺ എക്സിസ്റ്റൻസ്, നെഗറ്റീവ് തിങ്, നോൺ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ പ്ലെയിന്റിഫ്? അതായത് പ്ലെയിന്റിഫിന് അനുകൂലമായിട്ടൊരു വിധി കിട്ടണമെങ്കിൽ ആ പ്ലെയിന്റിഫ് നോൺ എക്സിസ്റ്റൻസ്, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ, ഒരു കേസിന്റെ ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാം? അതായത് ആ കേസിലെ പ്ലെയിന്റിഫിന് അനുകൂലമായിട്ടുള്ള വിധി കിട്ടണമെങ്കിൽ ഹി ഹാസ് ടു പ്രൂവ് നോൺ എക്സിസ്റ്റൻസ് ഓഫ് സർട്ടൻ ഫാക്ട്. അങ്ങനെയുള്ള ഒരു കേസിന്റെ എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാമോ? നോൺ എക്സിസ്റ്റൻസ് ബില്ലിന്റെ കാര്യത്തിൽ ശരിയാ. ബില്ലിന്റെ കാര്യത്തിൽ plaintiff has to prove. Injunction suit. If there is a counter claim. Counterclaim illa. Counterclaim uttakya. Plaintiff simple suit. Injunction suit le defendant ne title. Easement of necessity. Fixation of boundary. Bill sir. വരുന്നില്ല. Easement of necessity. Okay.
കറക്റ്റ് ആണ്. ഈസ്മെന്റ് ഓഫ് നെസസിറ്റി ആൻഡ് ഫിക്സേഷൻ ഓഫ് ബൗണ്ടറി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് ഈസ്മെന്റ് ഓഫ് നെസസിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. അതിൽ ഒരു കാര്യം പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദർ ഇസ് നോ അഡ്വേഴ്സ് പൊസഷൻ അല്ല നോ ഓൾട്ടർനേറ്റീവ് പാത്വേ. ഈ പ്രോപ്പർട്ടിക്ക് വേറെ വഴിയില്ല എന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് എ നെഗറ്റീവ് തിങ്, നോൺ എക്സിസ്റ്റൻസ്, വേറെ വഴിയില്ല, അത് നോൺ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രകാരം കറക്റ്റ് ആണ്. ഫിക്സേഷൻ ഓഫ് ബൗണ്ടറി, അവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഫിസിക്കൽ ബൗണ്ടറി ഇല്ല. പ്രോപ്പർട്ടീസിനെ ഡിമാർക്കേറ്റ് ചെയ്യാനായിട്ട് ഫിസിക്കൽ ബൗണ്ടറി ഇല്ല എന്ന്. അപ്പൊ നോൺ എക്സിസ്റ്റൻസ് അതിൽ പ്രൂവ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അതിൽ ആ കേസിൽ വേണമെങ്കിൽ ഡിഫറെന്റിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാം. അയാൾക്ക് പറയാം പാത്വേ ഉണ്ട്, ഓൾട്ടർനേറ്റീവ് പാത്വേ ഉണ്ട്, ഫിസിക്കൽ ബൗണ്ടറി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ. ക്രിമിനൽ കേസിൽ ധാരാളം ഉണ്ട്. ധാരാളം കേസിൽ നോൺ എക്സിസ്റ്റൻസ്, അതായത് പ്രതിയെ ശിക്ഷിക്കണമെങ്കിൽ പ്രതി ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യണം. പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണം പ്രതി ഒരു കാര്യം ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടില്ല. ധാരാളം എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. നമ്മളും അങ്ങനെയുള്ള ഒഫൻസ് ധാരാളം ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി, കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. പറയാമോ? പ്രതി ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നോൺ എക്സിസ്റ്റൻസ്. ഹെൽമെറ്റ് ധരിക്കുക, കറക്റ്റ് ആണ്. ഹെൽമെറ്റ് ധരിക്കാതിരുന്നാൽ നോൺ എക്സിസ്റ്റൻസ്. സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക, ലൈസൻസ് ഇല്ലാതിരിക്കുക, പെർമിറ്റ് എടുക്കാതിരിക്കുക, അവിടെയൊക്കെ നോൺ എക്സിസ്റ്റൻസ് ആ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? ആ എക്സാമ്പിളിന് വേണ്ടി മനസ്സിലാക്കിയത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ സെക്ഷൻ 3യിലേക്ക് പോകാം. സെക്ഷൻ 3യില് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സെക്ഷൻ 3യില് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്: പ്രൂവ്ഡ്, ഡിസ്പ്രൂവ്ഡ് ആൻഡ് നോട്ട് പ്രൂവ്ഡ്. ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തോളൂ. പ്രൂവ്ഡ് സെക്ഷൻ 3യില് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു. സെക്ഷൻ 3യില് പ്രൂവ്ഡ്, ഡിസ്പ്രൂവ്ഡ്, നോട്ട് പ്രൂവ്ഡ്. ഇനി നമുക്ക് ആദ്യം ഞാൻ ലാസ്റ്റ് മെൻഷൻ ചെയ്ത നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ട് ആണ്. ഡിസ്പ്രൂവ്ഡ് നോക്കുക. എ ഫാക്ട് ഈസ് സെഡ് ടു ബി ഡിസ്പ്രൂവ്ഡ് when, after considering the matters before it, the court either believes that it does not exist. ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. considers its non-existence so probable that a prudent man ought, under the circumstances of the particular case, to act upon the supposition that it does not exist. പോട്ടെ. അപ്പൊ അവിടെ ഡിസ്പ്രൂവ്ഡ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ്? എ ഫാക്ട് ഈസ് സെഡ് ടു ബി ഡിസ്പ്രൂവ്ഡ്. ഒരു ഫാക്ട് ഡിസ്പ്രൂവ്ഡ് എന്ന് എപ്പോൾ പറയാം? ആഫ്റ്റർ കൺസിഡർ ദ മാറ്റേഴ്സ് ബിഫോർ ഇറ്റ്. അതൊന്നും ഞാൻ പറയുന്നില്ല, പോട്ടെ. The court either believes that it does not exist. ബാക്കി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കോടതിക്ക് തോന്നുന്നുണ്ട് ആ പ്രകാരം സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം? ആ ഫാക്ട് ഡിസ്പ്രൂവ് ചെയ്തു എന്ന് പറയാം. ഇനി പ്രൂവ്ഡ് നോക്കാം. A fact is said to be proved when, after considering the matters before it, the court either believes it to exist. ആ സംഭവം ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ കോടതിക്ക്, സംഭവം ഉണ്ടെന്ന് കാണേണ്ട സംഭവമാണെങ്കിൽ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാം? ഫാക്ട് ഈസ് പ്രൂവ്ഡ്. അപ്പൊ അവിടെ പ്രൂവ്ഡിന്റെ ഓപ്പോസിറ്റ് അല്ല ഡിസ്പ്രൂവ്ഡ്. അതാണ് എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക്. പ്രൂവ്ഡിന്റെ ഓപ്പോസിറ്റ് അല്ല ഡിസ്പ്രൂവ്ഡ്. രണ്ടും ഡിഫറെന്റ് ആണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ട് പ്രൂവ്ഡ് ആവുന്ന സമയത്ത് അത് പ്രൂവ്ഡ്. നോൺ എക്സിസ്റ്റൻസ് പ്രൂവ്ഡ് ആവുന്ന സമയത്ത് ഡിസ്പ്രൂവ്ഡ്. ഇനി എക്സിസ്റ്റൻസ് പ്രൂവ്ഡ് അല്ല, നോൺ എക്സിസ്റ്റൻസും പ്രൂവ്ഡ് അല്ല, പർട്ടിക്കുലർ കേസസിൽ, റെസ്പെക്റ്റീവ് കേസസിൽ പ്രൂവ്ഡ് അല്ലെങ്കിൽ നമുക്ക് പറയാം നോട്ട് പ്രൂവ്ഡ്. നോക്കിക്കോളൂ. എ ഫാക്ട് ഈസ് സെറ്റ് നോട്ട് ടു ബി പ്രൂവ്ഡ് when it is neither proved nor disproved. അപ്പൊ നമ്മൾ ഇത്രയും നാള് ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്രൂവ്ഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്പ്രൂവ്ഡ് എന്നാണ്. പ്രൂവ്ഡിന്റെ ഓപ്പോസിറ്റ് ആണ് നോട്ട് പ്രൂവ്ഡ്. ഡിസ്പ്രൂവ്ഡിന്റെ ഓപ്പോസിറ്റ് ആണ് നോട്ട് പ്രൂവ്ഡ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെന്റൻസ് കറക്റ്റ് അല്ലേ? പ്രോസിക്യൂഷൻ has disproved its case, hence accused is found guilty. അതായത് പ്രതി ഹെൽമെറ്റ് ധരിച്ചില്ല എന്ന് പ്രോസിക്യൂഷൻ ഡിസ്പ്രൂവ് ചെയ്തു, നോൺ എക്സിസ്റ്റൻസ് ഡിസ്പ്രൂവ് ചെയ്തു, അതുകൊണ്ട് പ്രതിയെ കുറ്റക്കാരനായിട്ട് കണ്ടു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാർട്ട് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് ഓക്കെ ആണ്. ഫാക്ട് ഇൻ ഇഷ്യൂവിനെ സംബന്ധിച്ചിട്ട് എവിഡൻസ് നൽകാം.
എന്ത് എവിഡൻസ് എന്ന് വീണ്ടും പറയുന്നില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. എവിഡൻസ് നൽകാം. അത് എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ട് ആവാം, നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ട് ആവാം. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. എവിഡൻസ് മേ ബി ഗിവൻ of in suit or proceedings of the existence or non-existence of every fact in issue, or such other facts and such other facts as are hereinafter declared to be relevant. So fact in issue കൂടാതെ വേറെ ഏതൊക്കെ ഫാക്ടില് എവിഡൻസ് അഡ്യൂസ് ചെയ്യാന്ന് സെക്കൻഡ് പാർട്ടില് സെക്ഷൻ 5 സെക്കൻഡ് പാർട്ടിൽ പറയുന്നു. വളരെ ക്ലിയർ ആണ്. എന്താണെന്ന് വെച്ചാൽ the facts, such other facts as are hereinafter declared to be relevant. ഇതിന് താഴെ നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്ഷൻ 5 താഴെ, ദാറ്റ് മീൻസ് ആ ചാപ്റ്റർ 2 ആ ചാപ്റ്ററിൽ വരുന്ന ബാക്കി സെക്ഷൻസ്, ദാറ്റ് മീൻസ് 6 to 55, 6 തൊട്ട് 55 വരെ. ഈ 6 തൊട്ട് 55 വരെയുള്ള സെക്ഷൻസിൽ എവിടെയൊക്കെയാണോ ഒരു ഫാക്ട് റിലവന്റ് എന്ന് പറയുന്നത്, അപ്രകാരം റിലവന്റ് എന്ന് പറയുന്ന ഫാക്ടിനെ സംബന്ധിച്ചും പാർട്ടീസിന് എവിഡൻസ് അഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അത് എന്താന്ന് വെച്ചാല് സെക്ഷൻ 6 to 55 പറയുന്ന സെക്ഷൻസിലെ എല്ലാ സെക്ഷൻസിലും റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ചില സെക്ഷൻസിൽ മാത്രമേ റിലവന്റ് എന്ന് പറയുന്നുള്ളൂ. ചില സെക്ഷൻസിൽ പറയുന്നു, എടുത്ത് പറയുന്നു നോട്ട് ടു ബി പ്രൂവ്ഡ് എന്ന് തന്നെ പറയുന്നത്. അത് ഒരു കാരണവശാലും ആ ഫാക്ട് ഒരിക്കലും എവിഡൻസിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്, സെക്ഷൻ 25, 26 പറയും നോട്ട് ടു ബി പ്രൂവ്ഡ്. പാർട്ടീസിനെ അതിനെ സംബന്ധിച്ച് എവിഡൻസ് അഡ്യൂസ് ചെയ്യാനേ സാധിക്കില്ല, നോട്ട് ടു ബി പ്രൂവ്ഡ്. പിന്നെ പറയുന്നുണ്ട് ചില സെക്ഷൻസ് പറയുന്നുണ്ട് നമ്മൾ റിലവന്റ് എന്നാണ് അതിൽ പറഞ്ഞെങ്കിലും ചില സെക്ഷനിൽ പറയുന്ന ഫാക്ട്സ് ഇർലവന്റ് എന്ന് പറയുന്നു. അതായത് സെക്ഷൻ 24 പറയുന്നുണ്ട് ഇർലവന്റ് എന്ന് പറയുന്നു, സെക്ഷൻ 52 പറയുന്നു ഇർലവന്റ് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സെക്ഷൻ 6 to 55 പറയുന്ന എല്ലാ ഫാക്ട്സും ഇർലവന്റ് അല്ല. ചിലത് നോട്ട് ടു ബി പ്രൂവ്ഡ്, ചിലത് ഇർലവന്റ് എന്ന് പറയുന്നു. ഇനി ചില സെക്ഷനിൽ ഇർലവന്റ് ആയിട്ടുള്ള ചില സെക്ഷൻസ് ഇർലവന്റ് എന്നും പറയുന്നുണ്ട്. സെക്ഷൻ 11, സെക്ഷൻ 46 അവിടെയൊക്കെ പറയുന്നു അതിൽ പറയുന്ന ഫാക്ട്സ് ഇർലവന്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് റിലവന്റ്. അപ്പൊ അതാണ് പറയുന്നത് താഴെ പറയുന്ന, അത് സെക്ഷൻ 6 to 55 പറയുന്ന ഫാക്ട്സിൽ എവിടെയൊക്കെയാണോ റിലവന്റ് എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചും പാർട്ടീസിന് എവിഡൻസ് അഡ്യൂസ് ചെയ്യാം. ലാസ്റ്റ് ഒരു സെക്ഷൻ ഉണ്ട്, വളരെ ലാസ്റ്റ് ഒരു സെന്റൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓഫ് നോ അതേഴ്സ്. ഇത് നമ്മൾ സാധാരണ ഇതില് നമ്മൾ വായിച്ചങ്ങ് വിടും. ആൻഡ് ഓഫ് നോ അതേഴ്സ്, ദാറ്റ് മീൻസ് ഈ മേളിൽ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഫാക്ട്സിനെ സംബന്ധിച്ചില്ലാതെ വേറെ ഒരു ഫാക്ടിനെ സംബന്ധിച്ചും ഒരു കേസിലും, സിവിൽ കേസ് ആയിക്കോട്ടെ, ക്രിമിനൽ കേസ് ആയിക്കോട്ടെ, ഏത് കേസ് ആയിക്കോട്ടെ, ഒരു ഫാക്ടിനെ സംബന്ധിച്ചും എവിഡൻസ് നൽകാൻ പെർമിസിബിൾ അല്ല. ഇവിടെയാണ് നമ്മുടെ ഡോക്ടർ ജെയിംസ് ചീഫിനെ നമുക്ക് തൊഴേണ്ടത്. ആലോചിച്ച് നോക്കുക, 1872 മുന്നേ ഉണ്ടാക്കിയൊരു ആക്ട് ആണ്. അപ്പൊ അദ്ദേഹം അന്ന് ചിന്തിച്ചു ഒരു കേസ്, അപ്പം നമുക്ക് തന്നെ അറിയാം IPC തന്നെ 511 സെക്ഷൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചീത്ത വിളിക്കുന്ന തൊട്ട് കൊലപാതകം വരെ അതില് ഒഫൻസ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ എത്രയോ ആക്ടുകൾ വന്നിട്ടുണ്ട്, എത്രയോ ക്രിമിനൽ ആക്ട്, അതേപോലെ എത്രയോ നേച്ചർ ഓഫ് സിവിൽ സ്യൂട്ട്സ് ഉണ്ട്. എന്തൊക്കെ ആയാലും ഈ 5 to 55 റിലവന്റ് എന്ന് പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമേ ഏത് കേസായാലും എവിഡൻസ് നൽകാനായിട്ട് സാധിക്കൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വീക്ഷണം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമിച്ചേ പറ്റൂ തീർച്ചയായിട്ടും. അതില് തീർച്ചയായിട്ടും ആ ഒരു പോർഷനിൽ ഈ ഒരു ചാപ്റ്റർ 2 വലുതായിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ഒന്നും വന്നിട്ടില്ല. വന്ന അമെന്റ്മെന്റ് എല്ലാം അതിനെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുളമാക്കിയിട്ടുണ്ട്. അത് നമുക്ക് സെക്ഷൻ 14 15 വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും അമെന്റ്മെന്റിലൂടെ ആ സെക്ഷൻ എപ്രകാരം മോശപ്പെട്ടു എന്നുള്ളത്. പോട്ടെ, ഞാൻ അതൊന്നും പറയുന്നില്ല. ഇനി അപ്പൊ ഇതാണ് പറയുന്നത്. അപ്പൊ ഈ സെക്ഷൻ, നമ്മുടെ ഈ സെക്ഷൻ 5 നമുക്ക് നമ്മുടെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് നോൺ എക്സിസ്റ്റൻസ്. ഈ രണ്ട് സെന്റൻസ് ബാക്കിയുള്ള സെക്ഷൻസിൽ റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓഫ് റിലവന്റ് ഫാക്ട്സ് എന്നും പറയുന്നുണ്ട്. അപ്പൊ അത് വായിക്കുമ്പോൾ സപ്പോസ് നമുക്ക് ഒരുപക്ഷെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള സെക്ഷൻസ് വളരെ ഈസി ആയിരിക്കും. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻ മാറി കിട്ടും. ഓഫ് ദി എക്സിസ്റ്റൻസ് ആൻഡ് നോൺ എക്സിസ്റ്റൻസ് ആൻഡ് റിലവന്റ് ഫാക്ട്സ്, ഇത്രയേ ഉള്ളൂ.
അപ്പൊ ഇവിടെ വേറൊരു സെക്ഷൻ കൂടെ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിന്റെ ഒരു ഒരു എക്സ്റ്റൻഷൻ എന്ന് തന്നെ പറയാം. അദ്ദേഹം എടുത്തു പറയുന്നു, ബാക്കി ഒരു ഫാക്ടിനെ സംബന്ധിച്ചും പാർട്ടീസിന് എവിഡൻസ് നൽകാൻ സാധിക്കില്ല എന്ന് പറയുന്നു. സെക്ഷൻ 136 നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാവും. സെക്ഷൻ 136 എടുത്തോളൂ, നോക്കിക്കോളൂ. Judge to decide as to admissibility of evidence when either party proposes to give evidence of any fact. ഏതെങ്കിലും പാർട്ടി ഏതെങ്കിലും ഫാക്ടിനെ സംബന്ധിച്ച് എവിഡൻസ് നൽകാനായിട്ട് പ്രൊപ്പോസ് ചെയ്യുമ്പോൾ the judge may ask the party proposing to give the evidence, ആരാണോ എവിഡൻസ് നൽകാൻ പോകുന്ന ആ പാർട്ടിയോട് ജഡ്ജിന് ചോദിക്കാം, in what manner the alleged fact if proved would be relevant. അപ്പൊ ജഡ്ജിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഡിസ്ക്രിപ്ഷൻ പ്രകാരം ജഡ്ജിന് ചോദിക്കാം, നിങ്ങൾ കൊണ്ടുവരുന്ന എവിഡൻസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ ഫാക്ട് എത്രമാത്രം റിലവന്റ് ആണ്. And the judge shall admit the evidence if he thinks that the fact, if proved, would be relevant and not otherwise. അപ്പൊ ജഡ്ജിന് ചോദിക്കാം, റിലവന്റ് ആണെന്ന് ജഡ്ജിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ജഡ്ജ് അത് അഡ്മിറ്റ് ചെയ്തോളൂ. അതർവൈസ് അയാൾക്ക് ആ എവിഡൻസ് റിജക്ട് ചെയ്യാം. ഞാൻ നൽകുന്ന എല്ലാ എവിഡൻസും സ്വീകരിക്കുന്നു എന്ന് പറയാനായിട്ടുള്ള റൈറ്റ് ഇല്ല. പൂർണ്ണമായിട്ടും അത് ഡിസ്കഷൻ ജഡ്ജിന് കൊടുത്തിട്ടുണ്ട് സെക്ഷൻ 136. ഇപ്പോഴാണ് എനിക്ക് ചെറിയൊരു കാര്യം ഓർമ്മ വരുന്നത്. നമ്മൾ വിറ്റ്നസ് ഷെഡ്യൂൾ ഫയൽ ചെയ്യാറുണ്ട്. എല്ലാ സ്ഥലത്തും ഇപ്പം കാണുന്നതാണ്. പണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത സമയത്ത് നമ്മുടെ അഡ്വക്കേറ്റ്സ് ക്ലാസ് വളരെ കഷ്ടപ്പെട്ട് സ്കെയിലും പേനൊക്കെ എടുപ്പിച്ചിട്ട് ആ ഷെഡ്യൂൾ ഇങ്ങനെ തയ്യാറാക്കി ഓരോ കോളം ഫില്ല് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം റീസെന്റ് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ വിറ്റ്നസ് ഷെഡ്യൂൾ എന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു പക്ഷെ സാക്ഷിയുടെ പേര് മാത്രം കാണും, 2 പേരും അയാളുടെ അഡ്രസ്സും മാത്രം കാണും. അത് എന്ത് ഫാക്റ്റ് ആണോ ആ വിറ്റ്നസിലൂടെ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുക, അങ്ങനെ ഒരു കോളം ഉണ്ട്. ആ കോളം എല്ലാം ബ്ലാങ്ക് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു വിറ്റ്നസ് ഷെഡ്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് അത് ഒബ്ജക്റ്റ് ചെയ്യേണ്ടതാണ്. കാര്യം ഒരു സാക്ഷി സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന് എന്തും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല കോടതിക്ക് റൈറ്റ് ഉണ്ട്, ഇത് പ്രൂവ് ചെയ്യാൻ 136 പ്രകാരം റൈറ്റ് ഉണ്ട്. ഈ പ്രൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഫാക്ട് റിലവന്റ് ആണോ അല്ലെന്ന് കോടതിക്ക് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിന് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാര്യം സർപ്രൈസ് ആയിട്ട് ഒരു സാക്ഷി വന്ന് കൂട്ടിക്കയറി കഴിഞ്ഞാൽ എന്താ ക്രോസ് ചെയ്യാം. പക്ഷെ കാണാൻ സാധിക്കുന്ന വെച്ചാൽ ഒരു കൗൺസിൽ പോലും ആ വിറ്റ്നസ് ഷെഡ്യൂൾ പ്രോപ്പർ അല്ല എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവർ വിചാരിക്കുന്നു അതാണ് റൈറ്റ്. ഓക്കെ, ഇതാണ് സെക്ഷൻ 5. സെക്ഷൻ 5 എന്തെങ്കിലും സംശയമുണ്ടോ? നെക്സ്റ്റ് കടക്കട്ടെ. കൊറോബറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു കേൾക്കാം. കൊറോബറേഷൻ നമ്മൾ എന്താ പറയാ, ഡിക്ഷണറി മീനിങ് എടുക്കുകയാണെങ്കിൽ ടു മേക്ക് സർട്ടൻ. 2 കാര്യങ്ങൾ നമുക്ക് കൊറോബറേറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഫാക്ടിന് ഇഷ്യൂ കൊറോബറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ കണ്ട പ്രകാരം റിലവന്റ് ഫാക്ട് നമുക്ക് കൊറോബറേറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ എവിഡൻസ് ആക്ടിലെ ഒരു സ്ഥലത്തും ഫാക്ടിൻ ഇഷ്യൂവിന്റെ കൊറോബറേഷൻ സംബന്ധിച്ചിട്ട് ഒരു സ്ഥലത്തും മെൻഷൻ ചെയ്യുന്നില്ല. കാര്യം അതൊരു റൂൾ ഓഫ് പ്രൂഡൻസ് ആണ്. റൂൾ ഓഫ് പ്രൂഡൻസിനെ സംബന്ധിച്ചിടത്തോളം എവിഡൻസിന്റെ വേറെ ഒരു എവിഡൻസ് ആക്ടിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു പ്രൊവിഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രൂഡൻസ് അനുസരിച്ച് നമുക്കൊരു ഫാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ചോദിക്കാം, എങ്ങനെയാ ഒരു ഫാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. ഒരു പെർട്ടിക്കുലർ ഫാക്ട്, സപ്പോസ് എന്താ ഫാക്ട്, എ സ്റ്റാബ് ബി, എ ബിനെ കുത്തി, അല്ലെങ്കിൽ എ കിൽഡ് ബി, എ ബിനെ കൊന്നു. ഫാക്ട് ടു ബി പ്രൂവ്ഡ്. അപ്പൊ ഇതിനെ സംബന്ധിച്ചിട്ട് കൊറോബറേഷൻ എന്തെങ്കിലും നോക്കാം. ആദ്യം എവിഡൻസ് അഡ്യൂസ് ചെയ്യുക. PW1 ഫസ്റ്റ് സാക്ഷി പറയുന്നു, ഞാൻ കണ്ടു എ ബിയെ കുത്തി കൊല്ലുന്നത് കണ്ടു. എവിഡൻസ് വന്നു. നെക്സ്റ്റ് അത് കൊറോബറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത സാക്ഷിയെ കൊണ്ടുവന്നു, സെക്കൻഡ് വിറ്റ്നസ് PW2.
അദ്ദേഹം പറയുന്നു ഞാനും കണ്ടു എ ബിനെ കൊല്ലുന്നത് കാണും. അപ്പം ആദ്യം എവിഡൻസ് അഡ്യൂസ് ചെയ്യുക, ദെൻ ഫെർദർ എവിഡൻസ്, കൂടുതൽ എവിഡൻസ് അഡ്യൂസ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് എല്ലാം സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ് ഫാക്ട് നമ്മൾ കൊറോബറേറ്റ് ചെയ്യുന്നത്. ഇനി എത്രമാത്രം എവിഡൻസ് അഡ്യൂസ് ചെയ്യുന്ന എവിഡൻസ് ആക്ട് പറയുന്നില്ല. അത് ഡിപ്പെൻസ് അപ്പോൺ എന്താ പറയാ ആ എവിഡൻസിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ലൊരു എവിഡൻസ് ആണെങ്കിൽ നമ്മൾ പറയില്ലേ, ഒന്നാണെങ്കിൽ എന്താ പറയാ എന്തിനധികം ഒന്നാണെങ്കിലും ധാരാളം എന്ന് പറയുന്നില്ല. നല്ല ആദ്യത്തെ സാക്ഷിയുടെ എവിഡൻസ് പക്ക ഓക്കെ ആണെങ്കിൽ രണ്ടാമത്തെ സാക്ഷിയുടെ എവിഡൻസിന്റെ ആവശ്യമില്ല. മാത്രമല്ല രണ്ടാമത് സെയിം ഫാക്ടിനെ സംബന്ധിച്ച് ഒരു എവിഡൻസ് കൊണ്ടുവരുന്നെങ്കിൽ അവിടെ കോൺട്രഡിക്ഷനുള്ള സാധ്യതയുണ്ട്. നല്ല പ്രോസിക്യൂട്ടേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഫാക്ട് ഒരു സാക്ഷിയിലൂടെ പ്രൂവ്ഡ് ആണെങ്കിൽ പോലീസ് ഒരു ഫാക്ട് തന്നെ പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് സാക്ഷികളെ സൈറ്റ് ചെയ്യും. നല്ല പ്രോസിക്യൂട്ടർ ആണെങ്കിൽ ഒരു ഫാക്ട് ഒരു സാക്ഷിയിലൂടെ പ്രൂവ്ഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിക്കുന്ന ബാക്കി സാക്ഷികളെ ഗീവ് ചെയ്യാറുണ്ട്. നല്ല പ്രോസിക്യൂട്ടേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. മാത്രമല്ല സെക്ഷൻ നമുക്കറിയാം 134 എവിഡൻസ് ആക്ട് പറയുന്നത് നോ പെർട്ടിക്കുലർ നമ്പർ ഓഫ് വിറ്റ്നസ് ഷാൽ ഇൻ എനി കേസ് റിക്വയർഡ് ഫോർ ദ പ്രൂഫ് ഓഫ് എനി ഫാക്ട്. നമുക്കെല്ലാം അറിയാവുന്ന സെക്ഷനാണ്. ഒരു ഫാക്ട് പ്രൂവ് ചെയ്യാനായിട്ട് ഇത്ര നമ്പർ ഓഫ് വിറ്റ്നസ് വേണമെന്ന് എവിഡൻസ് ആക്ടിൽ പറയുന്നില്ല. അത് ക്വാളിറ്റി ആണ്, ക്വാണ്ടിറ്റി അല്ല, അത്രേ ഉള്ളൂ. ഇനി പല ജഡ്ജ്മെന്റിലും കാണുന്ന സംഭവമാണ്, സ്ട്രേഞ്ച് ആയിട്ടുള്ള സംഭവമാണ്. പല ജഡ്ജ്മെന്റിൽ ഞാൻ കണ്ട സംഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. The evidence ഇതാണ്, the evidence given by PW1 first witness is corroborated or stands corroborated by the evidence given by PW2. നോട് പറയാം, the evidence adduced by or given by PW1 stands corroborated by the evidence given by PW2. തെറ്റാണ്. അങ്ങനെ ഒരു കാര്യം എവിഡൻസ് ആക്ടിൽ ഇല്ല. ഒരു സാക്ഷിയുടെ എവിഡൻസിനെ വേറൊരു സാക്ഷിയുടെ എവിഡൻസ് കൊണ്ട് കൊറോബറേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല. അവിടെയാണ് ആ ഡിഫറൻസ് പറയുന്നത്. ഒരു ഫാക്റ്റിനെ നമുക്ക് കൊറോബറേറ്റ് ചെയ്യാം. ആദ്യം ഒരു സാക്ഷി എവിഡൻസ് നൽകുക, രണ്ടാമത്തെ സാക്ഷിയുടെ എവിഡൻസ് ആ ഫാക്റ്റിനെ കൊറോബറേറ്റ് ചെയ്യാം. അല്ലാതെ ഒരു സാക്ഷി നൽകിയ എവിഡൻസിനെ വേറൊരു സാക്ഷിയുടെ എവിഡൻസ് കൊണ്ട് കൊറോബറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ എവിഡൻസ് ആക്ടിൽ ഇല്ല. അങ്ങനെ കാണുകയാണെങ്കിൽ അത് തെറ്റാണ്. എവിഡൻസ് ആക്ടിൽ അങ്ങനെ ഇല്ല. ഞാൻ കൺവിൻസ് ചെയ്യിപ്പിച്ചുതരാം. ഓക്കെ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ കൊറോബറേഷനും റിലവൻസിയും തമ്മിലുള്ള ഡിഫറൻസ് അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏകദേശം സെക്ഷൻ 5 പറഞ്ഞ റിലവൻറ്റ് ഫാക്ട്സും ഈ കൊറോബറേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ചെറിയൊരു സിമ്പിൾ ഇല്ലസ്ട്രേഷൻ ആണ്, എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇത് എപ്പോഴും മനസ്സിൽ വെച്ചിരുന്നാൽ നമുക്കത് ഈ ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടും, തെറ്റ് സംഭവിക്കില്ല. ഈ ഒരു ഞാൻ പറയാൻ പോകുന്ന ഒരു ഇല്ലസ്ട്രേഷൻ, അതായത് ഇവിടെ തെളിയിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് തീ പിടിച്ചോ, ദാറ്റ് ഈസ് എ ഫാക്ട് ഇൻ ഇഷ്യൂ. ആ കേസിലെ ഫോർ ഡാമേജസ് ആയിരിക്കാം, കോമ്പൻസേഷനുള്ള കേസ് ആയിരിക്കാം, തീ പിടിച്ചതിൻ്റെ എന്തോ ആയിക്കോട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്, അവിടെ തീ പിടിച്ചിരുന്നോ, തീ ഉണ്ടായോ, ഇതാണ് ക്വസ്റ്റ്യൻ. കോടതിയിൽ തെളിയേണ്ട സംഭവം ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത് തീ ഉണ്ടായിട്ടുണ്ടോ. ഇത് നമുക്ക് എങ്ങനെ കൊറോബറേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഒരു സാക്ഷിനെ കൊണ്ടുവരുന്നു, ആ സാക്ഷി എവിഡൻസ് നൽകുന്നു, ഞാൻ കണ്ടു, ആ സ്ഥലത്ത് തീ കത്തുന്നത് ഞാൻ കണ്ടു, എവിഡൻസ് നൽകി കഴിഞ്ഞു. ഇനി കൊറോബറേറ്റ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് വേറൊരു സാക്ഷിയെ കൊണ്ടുവരാം. ആ സാക്ഷിയും എന്ന് പറയുന്നു, ഞാനും കണ്ടു, ആ സ്ഥലത്ത് തീ കത്തുന്നത് ഞാനും കണ്ടു. അപ്പൊ അവിടെ മൂന്നാമത് വേണമെങ്കിൽ സാക്ഷിയെ കൊണ്ടുവരാം. അവിടെ ഫാക്ടിന്റെ അല്ലെങ്കിൽ ഫാക്ട് ഇൻ ഇഷ്യൂവിന്റെ കൊറോബറേഷൻ നടന്നു. ഇനി റിലവൻസി അഥവാ നമ്മൾ റിലവൻറ്റ് ഫാക്ട്സ് എന്ന് പറയുന്നത് എങ്ങനെ നോക്കാം. ഈ എക്സാമ്പിൾ തന്നെയാണ്. അതായത് ഈ എക്സാമ്പിളില് തീ കത്തി ഇല്ലയോ എന്നുള്ളതാണ് ഫാക്ട് ഇൻ ഇഷ്യൂ. പക്ഷെ ആ റിലവന്റ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് പുക, സ്മോക്ക്. ആ സ്ഥലത്ത് നിന്ന്, തീ കത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പുക ഉണ്ടായി. ആ പുകയുണ്ടായെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പുക ഉണ്ട് എന്നുള്ളതാണ്
ആ ഫാക്ടിന് ഇഷ്യൂ, തീ ഉണ്ടായോ എന്നുള്ള സംഭവത്തെ സംബന്ധിച്ചിട്ടുള്ള റിലവൻറ്റ് ഫാക്ട്. അപ്പൊ അതും പ്രൂവ് ചെയ്യാം. എങ്ങനെ പ്രൂവ് ചെയ്യാം? ഞാൻ കണ്ടു, തീ കണ്ടില്ല, ഒരു സാക്ഷി എന്ന് പറയുന്നത് ഞാൻ കണ്ടു, അവിടുന്ന് പുക ഉയർന്നു പോകുന്നത് കണ്ടു. റിലവൻറ്റ് ഫാക്റ്റാ പുക. അത് വേണമെങ്കിൽ കോർപ്പറേറ്റ് ചെയ്യാം, വേറൊരു സാക്ഷിയെ കൊണ്ടുവരാം, ഞാനും കണ്ടു, പുക പോകുന്നത് കണ്ടു. അത് റിലവൻറ്റ് ഫാക്ട് പ്രൂവ് ചെയ്യാം. അതുപോലെ വേറൊരു റിലവൻറ്റ് ഫാക്ട് ആണ്, ഈ തീ ഉണ്ടായി എന്ന് പറയുന്ന സ്ഥലത്ത് തീ ഉണ്ടായതിനു ശേഷം കുറെ ചാരം കണ്ടു. ഇതും പ്രൂവ് ചെയ്യാം. അതും റിലവൻറ്റ് ഫാക്റ്റ് ആണ്. അതായത് റിലവൻറ്റ് ഫാക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ റിലവൻറ്റ് ഫാക്ട്സ് അഡ്യൂസ് ചെയ്യുമ്പോൾ കോടതിക്ക് ഫാക്ടിൻ ഇഷ്യൂ ഡിസൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്, സാധിക്കും. തീർച്ചയായിട്ടും പുക പ്രൂവ് ചെയ്യുമ്പോൾ കോടതിക്ക് ഏതൊരു മനുഷ്യനെ ഇൻഫർ ചെയ്യാം, തീ ഉണ്ടാവാതെ ഒരിക്കലും പുക ഉണ്ടാവില്ല. അപ്പൊ ആ പുക മാത്രം, ഇപ്പം തീയുടെ പ്രൂഫ് വന്നിട്ടില്ല, പുകയുടെ ഒരു പ്രൂഫാണ് വന്നിട്ടുള്ളത്. പുകയുണ്ടെന്ന് അത് ഇൻഫർ ചെയ്യാം, ആ കോടതിക്ക് തീ ഉണ്ട് എന്ന് അനുമാനിക്കാനുള്ള സഹായിക്കുന്ന ഒരു ഫാക്റ്റ് ആണ് റിലവൻറ്റ് ഫാക്ട് എന്ന് പറയുന്നത്. അതേപോലെ ചാരം ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിക്ക്, അപ്പം ചാരവും ഈ പുകയും കൂടെ കണക്കാക്കുമ്പോൾ കോടതിക്ക് ജസ്റ്റ് നോക്കുന്ന ആ മെയിൻ ഫാക്ടിന് ഇഷ്യൂ, തീ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതിലേക്ക് ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് റിലവൻറ്റ് ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പം മെയിൻ ഫാക്ടിനെ സംബന്ധിച്ച് ഇഫ് ദർ ഇസ് എവിഡൻസ്, അവിടെ സഫീഷ്യന്റ് എവിഡൻസ് ഉണ്ട്, റിലയബിൾ എവിഡൻസ് ഉണ്ടെങ്കിൽ റിലവൻറ്റ് ഫാക്ട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ റിലവൻറ്റ് ഫാക്ട്സിനെ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് എന്ന് ചില ബുക്സിൽ ഇങ്ങനെ പറയുന്നത്. ഈ റിലവൻറ്റ് ഫാക്ട്സിനെ വെച്ചിട്ട് കോടതിക്ക് മെയിൻ ഫാക്ടിൻ ഇഷ്യൂ ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. ഇത് തന്നെയാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, തീയുടെ തന്നെയാണ്. അപ്പം അവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എത്ര റിലവൻറ്റ് ഫാക്ട്സ് പ്രൂവ് ചെയ്താൽ മാത്രമേ ഫാക്ടിൻ ഇഷ്യൂ തീരുമാനിക്കാൻ പറ്റൂ? അത് ആർക്കും പറയാൻ പറ്റില്ല. ഡിപ്പെൻസ് അപ്പോൺ ദ ഫാക്ട് ഓഫ് ഈച്ച് കേസ്. ഓരോ കേസിന്റെ ഫാക്ടിനെ ഡിപ്പെൻഡ് ചെയ്ത്. അവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ, ഒരു റിലവൻറ്റ് ഫാക്ട് പ്രൂവ് ചെയ്താൽ, അതായത് സെക്ഷൻ 6 to 55 പറയുന്ന ഏതെങ്കിലും ഒരു റിലവൻറ്റ് ഫാക്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഫാക്ടിനെ ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരുപാട് ഡിസിഷൻസ് നിങ്ങൾ കണ്ടിരിക്കാം. സെക്ഷൻ 32 നമുക്കറിയാം, ഡൈൻ ഡിക്ലറേഷനെ കുറിച്ചിട്ടാണ്. അതും സെക്ഷൻ 32 ബിറ്റ്വീൻ 5 and 55. അത് റിലവൻറ്റ് ഫാക്ട് ആണ്, ഓൺലി റിലവൻറ്റ് ഫാക്ട് ആണ്. ഒരുപാട് ഡിസിഷൻസ് നിങ്ങൾ കണ്ടിരിക്കാം. ഡൈൻ ഡിക്ലറേഷന്റെ ബേസിസിൽ മാത്രം പ്രതിയെ കുറ്റക്കാരനായിട്ട് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഡൈൻ ഡിക്ലറേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാം. ഒന്ന് നമുക്കൊരു ധാരണയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കേട്ട് വളർന്നതാണ്, മരിക്കാൻ പോകുന്ന വ്യക്തികൾ ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ളൊരു നോഷനുണ്ട്. ശരിയാണോ എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഏകദേശം ഞാൻ ഒരു അറൗണ്ട് 150-150ഓളം ഡൈൻ ഡിക്ലറേഷൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 150ഓളം ഡൈൻ ഡിക്ലറേഷൻ ഒരു ദിവസം തന്നെ, ചില ദിവസം 4 റെക്കോർഡ് ചെയ്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതില് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നു, വേറൊന്നുമില്ല. ശരിയാണോ തെറ്റോ ഇതല്ല, ഫാക്ട് അല്ല, ബാക്കി കാര്യം. പല കേസസിലും ശുദ്ധ നുണകള് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബോധ്യപ്പെട്ട സംഭവമാണ്. ഡൈൻ ഡിക്ലറേഷൻ മരിക്കുന്നതിന്റെ വെർജി കിടക്കുന്ന സമയത്ത് നുണ പറഞ്ഞ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും, നമ്മള് ഈ ചൈൽഡ് വിറ്റ്നസിനും കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അവിടെ ഒരു ചൈൽഡ് ഒരു ദിവസം രാത്രി ഒരു 11 മണിക്ക് ഇപ്പം പോലീസിന്റെ ഫോൺ വന്നു, ഡൈൻ ഡിക്ലറേഷൻ ഉണ്ട് എന്ന് പറയാം. ഞാൻ റെഡിയാവും, ഒരു കുട്ടിയാണ് എന്ന് പറയാം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഹോമിസൈഡ് ആണോ സൂയിസൈഡ് ആണോ? സാധാരണ ഇതിൽ സൂയിസൈഡ് ആണെങ്കിൽ അത്രയ്ക്ക് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. ഹോമിസൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ കെയർ ഒക്കെ എടുത്ത് നമ്മൾ ഡൈൻ ഡിക്ലറേഷൻ റെക്കോർഡ് ചെയ്യണം. അല്ല, മനസ്സിൽ ഒരു സമാധാനം കിട്ടും. ഹോമിസൈഡ് ആണ്, സൂയിസൈഡ് ആണെങ്കിൽ അത്രേ ഉള്ളൂ കാര്യം. വേറൊന്നുമില്ല, എല്ലാ പ്രൊസീജിയർ സെയിം ആണ്. പറഞ്ഞൊരു കുട്ടിയാണ്, ആ കുട്ടി ആരോ തീ വെച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരു 97
പെർസെൻറ്റേജ് ബേൺസ് ഉണ്ട്. അപ്പൊ ആ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായി 97% ബേൺസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത് റിമൈനിങ് ഒരു 4 അല്ലെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു കേസിൽ ഫുള്ളി കോൺഷ്യസ് ആയിരിക്കും. ഒരുപക്ഷെ കണ്ണ് കാണില്ല, മൂക്ക് കാണില്ല, ചുണ്ട് കാണില്ല, പക്ഷെ ഫുള്ളി കോൺഷ്യസ് ആയി. നമ്മൾ ചോദിക്കുന്നത് ചില സമയത്ത് മുഖത്തൊക്കെ ബേൺസ് ഉണ്ടെങ്കിൽ പ്രയാസമാണെങ്കിലും പറയും, നമ്മൾ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചു എന്ത് പറ്റി, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഞാൻ അടുക്കളയിൽ ഇരുന്ന് ഇങ്ങനെ കളിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് അടുക്കളയിൽ ഇരുന്ന തട്ടിന്റെ മുകളിൽ ഇരുന്ന ഒരു ക്യാനിൽ നിന്ന് മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് എന്നെ കത്തിച്ചിട്ട് പോവുകയാണ്. ഞാൻ ചോദിച്ചു എപ്പോഴാ സംഭവം? അത് വൈകുന്നേരം 4 മണിക്ക്. വീട്ടിലാരും ഇല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അമ്മ ഉണ്ടായിരുന്നു. അമ്മ എവിടെ പോയെന്ന് വെച്ചാൽ അമ്മ വൈകുന്നേരം ചായര നോക്കിയപ്പോൾ കാണാൻ വേറെ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ബ്രെഡ് വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞ് അമ്മ അടുത്ത കടയിലേക്ക് ബ്രെഡ് വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അമ്മ പോയി. അപ്പോഴാണ് ഈ ചേട്ടൻ വന്നിട്ട് അടുക്കളയില് തട്ടിന്റെ മുകളിൽ ഇരുന്ന് ക്യാനിൽ നിന്ന് മണ്ണെടുത്ത് എന്റെ തലയിലൂടെ ഒഴിച്ചിട്ട് തീപ്പെട്ടി എടുത്ത് കത്തിച്ചു. എനിക്ക് ചെറിയ ഡൗട്ട് തോന്നി. കാര്യം വെച്ചാൽ അമ്മ സ്ഥിരം പോകുന്നതല്ല. അമ്മയ്ക്ക് അന്ന് ബ്രെഡ് വൈകുന്നേരം ഭക്ഷണത്തിനൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ യാദൃശ്യമായിട്ട് ബ്രെഡ് വാങ്ങാൻ പോയി. സ്ഥിരം പോകുന്നതാണെങ്കിൽ ആരെങ്കിലും കാത്തിരുന്നിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി. അപ്പൊ ഞാൻ ഇപ്പൊ ഈ പയ്യന് കണ്ണൊന്നും കണ്ടുകൂടെ, കാര്യം കണ്ണെല്ലാം കത്തിപ്പോയിരുന്നു. അപ്പൊ ഞാൻ പതുക്കെ ചോദിച്ചു, അടുത്തുള്ള കുറച്ച് ആൾക്കാരെ കണ്ടു. ഞാൻ അടുത്തുള്ളൊരു ആളിനോട് ചോദിച്ചു, ഈ കുട്ടിയുടെ വീട്ടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ആളിന്റെ പേര് പറയാൻ പറഞ്ഞു. മോഹൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ മോഹനേട്ടനാണോ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. ആരാന്ന് ചോദിച്ചു. ഇങ്ങനെ ചെയ്ത് അറിയാം, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷമാണ് ഞാൻ പേര് ചോദിച്ചിട്ട് മോഹനേട്ടനാണോ ഇപ്രകാരം ചെയ്തതെന്ന് ചോദിച്ചു. അല്ല, മോഹനേട്ടനൊന്നും അല്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഈ കുട്ടി ആദ്യം പറഞ്ഞു ആളിനെ കണ്ടില്ല, മോഹനേട്ടനാന്ന് ചോദിച്ചപ്പോ മോഹനേട്ടനല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സാഹചര്യം വെച്ച് തോന്നിയപ്പോ എനിക്ക് എന്തൊക്കെ അതിൽ തോന്നിയ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അച്ഛൻ വന്നിട്ടുണ്ടോ, അച്ഛൻ അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിറ്റേ ദിവസം പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. വളരെ ഒരു ഒരാളിങ്ങനെ ഒരു കുട്ടീനെ ഇങ്ങനെ ചെയ്തു. സബ്സിക്വന്റ്ലി അത് പോലീസ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അത് ആക്സിഡന്റ് ആയിരുന്നു. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഞാൻ ആ കുട്ടിയെ കുറ്റപ്പെടുത്തിയതല്ല. ആ കുട്ടി ഒരുപക്ഷെ അച്ഛൻ തല്ലും എന്നുള്ള പേടിയിൽ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ അത് മാറ്റി പറഞ്ഞു. ഇത് തന്നെയാണ് ഡൈൻ ഡിക്ലറേഷനിൽ. നമ്മൾ പോയി മജിസ്ട്രേറ്റ് ആണെങ്കിൽ പോലീസ് ഓഫീസർ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇനി പുലിവാലിലേക്ക് ചാടണം എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഒരുപാട് കേസസിൽ ഇങ്ങനെ മാറ്റി പറയുന്ന സംഭവമുണ്ട്. ഞാൻ ഇൻസിഡന്റ്ലി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാൽ ഒരു പർട്ടിക്കുലർ റിലവന്റ് ഫാക്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സോൺലി ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് നമുക്ക് ഫാക്ട് ഇഷ്യൂ ഡിസൈഡ് ചെയ്യാമോ ഇല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ഞാനത് വിട്ടേക്കുന്നു. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് എവിഡൻസ് ആക്ടില് കൊറോബറേഷനെ കുറിച്ച് എന്ത് പറയുന്നു നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫാക്ടിംഗ് ഇഷ്യൂവിന്റെ കൊറോബറേഷൻ സംബന്ധിച്ചിട്ട് എവിഡൻസ് ആക്ടിലൊന്നും പറയുന്നില്ല. എവിഡൻസ് ആക്ടില് ഒരേ ഒരു കൊറോബറേഷനെ പറയുന്നു. ആർക്കെങ്കിലും പറയാം ഏതിന്റെ കൊറോബറേഷനെ കുറിച്ചിട്ടാണ് എവിഡൻസ് ആക്ട് പറയുന്നത്? ആർക്കെങ്കിലും പറയാം? യെസ്, പറയൂ. ഏതാ? എവിഡൻസ് ആക്ടില് ഏതിന്റെ കൊറോബറേഷനെ കുറിച്ച്? ഫാക്ടിന്റെ കൊറോബറേഷൻസ് കുറിച്ച് ഒരു സ്ഥലത്തും ഞാൻ ആദ്യമേ പറഞ്ഞു എവിഡൻസ് ആക്ട് പറയുന്നില്ല. പക്ഷെ കൊറോബറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏതിന്റെ കൊറോബറേഷനെ കുറിച്ചാണ് എവിഡൻസ് ആക്ടിൽ പറയുന്നത്? സെൽഫ് കൊറോബറേഷനെ കുറിച്ച് സെൽഫ് കൊറോബറേഷൻ previous statement. ഏതിന്റെ കൊറോബറേഷൻ? എവിഡൻസ് ഏതിന്റെ കൊറോബറേഷൻ? ടെസ്റ്റിമണി, വിറ്റ്നസിന്റെ ടെസ്റ്റിമണി. കറക്റ്റ് ആണ്. ടെസ്റ്റിമണിയുടെ കൊറോബറേഷൻ ആണ്. ടെസ്റ്റിമണി മീൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എവിഡൻസ്. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാം. താങ്ക് യു. ടെസ്റ്റിമണി മീൻസ് സാക്ഷി കോടതിയില് കൂട്ടിക്കേറി മൊഴി പറഞ്ഞാൽ ആ ടെസ്റ്റിമണിയുടെ സാക്ഷി മൊഴിയെ
കൊറോബറേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ എവിഡൻസ് ആക്ടിൽ പറയുന്നത്. 2 സെക്ഷൻസിൽ പറയുന്നുണ്ട്, സെക്ഷൻ 156 ആൻഡ് 157. 156 ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. 156 യൂസ് ചെയ്ത് ഒരു സാക്ഷിയുടെ മൊഴിയെ, ടെസ്റ്റ് മണിയെ ഇതുവരെ ആരെങ്കിലും കൊറോബറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. 156 ഞാൻ പിന്നെ നോക്കാം. 157ലേക്ക് നോക്കാം. ഇവിടെ നമ്മൾ കൊറോബറേറ്റ് ചെയ്യുന്നത് സാക്ഷിയുടെ മൊഴിയാണ്. അപ്പം ഇത് ചില കേസസിൽ കോടതിക്ക് വളരെ അനിവാര്യമായിരിക്കും. കാര്യം വെച്ചാൽ ഒരു സാക്ഷി, ഒരു സംഭവത്തെ കുറിച്ച് ഒരു സാക്ഷി മാത്രമേ കാണുള്ളൂ. നമുക്കറിയാം റേപ്പ് കേസിൽ ഐ വിറ്റ്നസ് എന്ന് പറയുന്നത് കാണില്ല. അഥവാ ഐ വിറ്റ്നസ് ആരെങ്കിലും ഇൻസിസ്റ്റ് ചെയ്താൽ തന്നെ നമുക്കറിയാം അത്രമാത്രം പിഡിതമാണെന്ന്. കാര്യം റേപ്പ് കേസിൽ ഐ വിറ്റ്നസ് കാണില്ല. ആ വിക്ടിം തന്നെ ആയിരിക്കും അതില് വിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാക്ടിൻ ഇഷ്യൂ പ്രൂവ് ചെയ്യാനായിട്ട് ഒരു സാക്ഷിയേ ഉള്ളൂ. ഈ സാക്ഷിയുടെ മൊഴി റിലയബിൾ ആണോ, ട്രസ്റ്റ് വർത്തി ആണോ, ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരേ ഒരു സാക്ഷിയുള്ളൂ. അപ്പൊ ആദ്യം കോടതിക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് വേണമെങ്കിൽ ചെയ്യാം. ഈ സാക്ഷിയുടെ ടെസ്റ്റ് മണി, കോടതി നൽകിയ മൊഴിയെ കൊറോബറേറ്റ് ചെയ്യാം. സാധാരണ ഇത് അങ്ങനെ ചെയ്യാം. ഒരു സാക്ഷിയുടെ മൊഴി കൊറോബറേറ്റ് ചെയ്യാം. ഒറ്റ സാക്ഷി ഉണ്ടെങ്കിൽ ആ സാക്ഷിയുടെ മൊഴി കൊറോബറേറ്റ് ചെയ്യുന്ന കോടതിക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പൊ അതിനെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷനാണ് സെക്ഷൻ 157. നോക്കിക്കോളൂ. 157 അതെങ്ങനെയാ ഒരു സാക്ഷിയുടെ മൊഴിയെ, ടെസ്റ്റ് മണിയെ കൊറോബറേറ്റ് ചെയ്യുന്നത് നോക്കുക. ഫോർമൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ വിറ്റ്നസ് may be proved to corroborate later testimony as to the same fact. That is a heading. അതാണ് കൊടുത്തിരിക്കുന്നത്. In order to corroborate the testimony of a witness, any formal statement made by such witness relating to same fact at or about the time when the fact took place, or before any authority legally competent to investigate the fact may be proved. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നായിട്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. ഒരു സാക്ഷിയുടെ ടെസ്റ്റിമണി എങ്ങനെ കൊറോബറേറ്റ് ചെയ്യാം. ഇതിൽ വേണ്ട കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ആദ്യം സാക്ഷി ടെസ്റ്റിമണി ഉണ്ടായിരിക്കണം. വളരെ എവിഡന്റ് ആണ്, വളരെ ഒബ്വിയസ് ആയിട്ടുള്ള സംഭവമാണ്. സാക്ഷി ടെസ്റ്റിമണി ഉണ്ടെങ്കിൽ മാത്രമേ കൊറോബറേഷൻ സാധിക്കുള്ളൂ. സാക്ഷിയുടെ ടെസ്റ്റിമണി ഉണ്ടായിരിക്കണം. പ്ലസ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ സാക്ഷിയുടെ വേറെ സാക്ഷിയുടെ അല്ല, ആ സാക്ഷിയുടെ കോടതിയിൽ കൂട്ടിലെ മൊഴി നൽകിയ, ടെസ്റ്റിമണി നൽകിയ സാക്ഷിയുടെ ഒരു ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഫോർമൽ സ്റ്റേറ്റ്മെന്റ് മീൻസ് ഈ കോടതിയിൽ സാക്ഷി പറയുന്നതിന് മുന്നേ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ അതേ പറയുന്ന വെച്ചാൽ, ആ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ കോടതിയിൽ നൽകിയ മൊഴിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അതിപ്പം കോമൺ സെൻസിൽ അറിയാം. കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി, നേരത്തെ വേറെ സ്റ്റേറ്റ്മെന്റ്, ഡിഫറൻസ് കാര്യത്തെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും കോർപ്പറേഷൻ രണ്ടിനെ സംബന്ധിക്കുന്ന സെയിം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. അപ്പം കോടതിയിൽ നൽകുന്ന ടെസ്റ്റിമണിയെ സംബന്ധിക്കുന്ന ഒരു ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ മെയിൻലി പറയുന്നു. ഇനി പറയുന്നുണ്ട്, ആ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആദ്യം, അതായത് കോടതിയിൽ ടെസ്റ്റിമണി നൽകുന്നതിന് മുന്നേ നൽകിയ ഫോർമൽ സ്റ്റേറ്റ്മെന്റിന്റെ ചില പ്രത്യേകതയെ കുറിച്ച് പറയുന്നത്. എങ്ങനെയുള്ള ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം? മെയ്ഡ് ബൈ ദ സെയിം വിറ്റ്നസ്, ആ സാക്ഷി എങ്ങനെ, അറ്റ് ഓർ അബൌട്ട് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസ്, ഓർ ബിഫോർ എനി അതോറിറ്റി ലീഗലി കോമ്പീറ്റന്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഫാക്ട്. ഇത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ രണ്ട് കാര്യങ്ങൾ, അറ്റ് ഓർ അബൌട്ട് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസ്, ഓർ ബിഫോർ എനി അതോറിറ്റി ലീഗലി കോമ്പീറ്റന്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഫാക്ട്. അത് എക്സ്പ്ലെയിൻ, അത് വിട്ടേക്കാം, തൽക്കാലം വിട്ടേക്കാം. ഇനി വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യണം. കോടതിയുള്ള സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം കോടതിയുടെ മുന്നിൽ നൽകിയ സ്റ്റേറ്റ്മെന്റ് ആണ്, ടെസ്റ്റിമണി, അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർമൽ സ്റ്റേറ്റ്മെന്റും പ്രൂവ് ചെയ്യണം, സാക്ഷി നേരത്തെ നൽകിയ സ്റ്റേറ്റ്മെന്റും പ്രൂവ് ചെയ്യണം. ഇതില് ഈ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റിട്ടേൺ ആയിരിക്കണമോ
അത് ഓറലി നൽകിയ സ്റ്റേറ്റ്മെന്റ് പെർമിസിബിൾ ആണോ ഈ കൊറോബറേഷന് വേണ്ടിയിട്ട്? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് തന്നെ ആയിരിക്കണമെന്നുണ്ടോ? നമ്മുടെ 145 കോൺട്രിബ്യൂഷൻ ഒക്കെ വരുന്ന സമയത്ത് ആ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻ റൈറ്റിംഗിലുള്ളതായിരിക്കണമെന്ന് അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഈ കേസിൽ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റിട്ടേൺ ആവണമെന്ന് ഒരു സ്ഥലത്തും പറയുന്നില്ല. ഫോർമൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓറൽ സ്റ്റേറ്റ്മെന്റും ആകാം. ഇനി നമുക്ക് ഇത് ഒരു എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടു. അറ്റ് ഓർ അബൌട്ട് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസ് ഓർ ബിഫോർ എനി അതോറിറ്റി ലീഗലി കോമ്പിറ്റന്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഫാക്ട്. ആദ്യം നമുക്ക് അറ്റ് ഓർ അബൌട്ട് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസ്. അങ്ങനെ നൽകുന്ന ഫോർമൽ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, രണ്ടാമത് ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം? അറ്റ് ഓർ അബൌട്ട് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസ്. ആ സംഭവം നടന്ന സമയത്ത് ഓർ അബൌട്ട് ദ ടൈം when the fact took place. സംഭവം നടന്ന സമയത്ത് ആ വിക്ടിം, ഫോർ എക്സാമ്പിൾ ഒരു റേപ്പ് കേസ് ആണ്. റേപ്പ് കേസിൽ റേപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വിക്ടിം ഒരു സ്റ്റേറ്റ്മെന്റ് നൽകുന്നു. സ്വാഭാവികമായിട്ടും നൽകുന്ന സ്റ്റേറ്റ്മെന്റ്, സപ്പോസ് നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു മൊബൈൽ എടുത്തിട്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, ഒരാൾക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു എക്സ്റ്റെന്റിൽ നമുക്ക് ചിന്തിക്കാം. ഒരു ടെക്സ്റ്റ് മെസ്സേജ് നൽകി, അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് പറയുന്നു എന്താണ്, ഇപ്പം ഒരാള് രാമൻ എന്നെ ഇവിടെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ അത് ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അറ്റ് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസ് നൽകിയതാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഈ സാക്ഷിയുടെ ആ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്താൽ, അതായത് പ്രകാരം സ്റ്റേറ്റ്മെന്റ് സാക്ഷി നൽകിയെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാക്ഷി കോടതി നൽകിയ സ്റ്റേറ്റ്മെന്റിനെ ആ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് കോറോബറേറ്റ് ചെയ്യും. ഓർ അബൌട്ട് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസ്, സോറി, അറ്റ് ഓർ അബൌട്ട് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസ്. അബൌട്ട് ദ ടൈം, അവിടെ കുറച്ചൊരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. അബൌട്ട് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസ്, മറ്റേതറിയാം സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നൽകുന്നതാണ്. ഇനി അബൌട്ട് ദ ടൈം എന്ന് വെച്ചാൽ ഒരു ഏകദേശ സമയം, കൃത്യസമയമല്ല, ഒരു അബൌട്ട് ദ ടൈം, സംഭവം നടന്നിട്ട് അല്പം കഴിയാം. അല്പം കഴിയാന്ന് വെച്ചാൽ എത്ര സമയം കഴിയാം, അങ്ങനെ പ്രിസൈസ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അത് ഓരോ കേസിന്റെയും ഫാക്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സപ്പോസ് ഒരു കുട്ടീനെ, ഒരു വുമണിനെ റാവിഷ് ചെയ്തിട്ട് പ്രതി ഓടിപ്പോയി. ആ സമയത്താണ് ഒരു വഴിപോക്കൻ അതിലേ വന്നു. ആ വഴിപോക്കനോട് കുട്ടി പറയുന്നു, എന്നെ ഇന്ന ആള് ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അബൌട്ട് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസ് അതിലേക്ക് പെടുത്താം. അപ്പൊ അതിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കേസിൽ, പോക്സോ കേസാണ്. ആ കേസിൽ അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, ആ പോക്സോ കേസിൽ കുട്ടിയാണ്. അപ്പൊ നോക്കണേ, പോക്സോ കേസിൽ കുട്ടിയായിരിക്കും വ്യക്തി. ഈ കുട്ടീനെ വീട്ടിന്റെ അടുത്തുള്ള ഒരാള് സെക്ഷലി അബ്യൂസ് ചെയ്തു. അതിനുശേഷം ഇയാള് പോയി, കുട്ടി നേരെ സംഭവം നടന്നതിന് ശേഷം നേരെ റാൻ ടു ഹർ മദർ, അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. അപ്പൊ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞത് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അയാൾ, ആ പ്രതിയുടെ പേര് പറഞ്ഞിട്ട് അയാൾ, മാമനെന്തോ ആണ് പോട്ടെ, അങ്ങനെ വിളിക്കുന്ന കുട്ടി, അയാൾ എന്നെ കിസ് ചെയ്തു, ഉമ്മം വെച്ചു എന്ന് മാത്രമേ പറഞ്ഞു. പിന്നീട് കുട്ടി പോലീസിന് സ്റ്റേറ്റ്മെന്റ് നൽകിയ സമയത്ത് ബാക്കി ചെയ്ത സെക്ഷൽ അബ്യൂസ് എല്ലാം കുട്ടി വിശദമായിട്ട് പറഞ്ഞു. സാധാരണ ഈ പോക്സോ കേസിൽ പോലീസ് ഒരുപാട് സാക്ഷികളെ കൊണ്ട്, പോക്സോ കേസ് നടത്തുന്നവർക്കറിയാം, ഒരുപാട് സാക്ഷികളെ സൈറ്റ് ചെയ്യാറുണ്ട്. കുട്ടി ചെന്ന് അമ്മയോട് പറഞ്ഞത് അമ്മ സാക്ഷി, അമ്മ അച്ഛനോട് പറഞ്ഞത് അച്ഛൻ കേസിലെ മൂന്നാം സാക്ഷി, കുട്ടി ചെന്ന് സ്കൂളിൽ പറഞ്ഞത് സ്കൂളിലെ ടീച്ചർ നാലാം സാക്ഷി. ഇത് സംഭവം അറിഞ്ഞ കുഞ്ഞമ്മ അല്ലെങ്കിൽ കുഞ്ഞമ്മയുടെ മോള്, അങ്ങനെ ഒരു 10 സാക്ഷികളെ സ്വാഭാവികമായിട്ട് സാധാരണ രീതിയിൽ പോക്സോ കേസിൽ പോലീസ് സൈറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാം ഇവരെല്ലാം ഹിയർസേ എവിഡൻസ് ആണ്. പ്രോസിക്യൂട്ടർ എന്ത് ചെയ്യാറുണ്ട്, ഹിയർസേ ആണോ എന്നുള്ള ധാരണയിൽ പ്രോസിക്യൂട്ടർ ഇവരെല്ലാം ഗിവ് ചെയ്യാറുണ്ട്.
അവിടെ ഡേഞ്ചർ ഉണ്ട്. ആ ഡേഞ്ചർ എന്താന്ന് വെച്ചാൽ ഈ സാക്ഷി ഈ സെക്ഷൻ 157 പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ ഇതിലേതെങ്കിലും സാക്ഷി ആവശ്യമായിട്ട് വരും. ഞാൻ പറഞ്ഞ കേസിൽ അമ്മ സാക്ഷിയാക്കാം ആ സ്റ്റേറ്റ്മെന്റ്. കാര്യം വെച്ചാൽ അറ്റ് ഓർ എബൌട്ട് ദ ടൈം, കാര്യം ഇൻസിഡന്റ് നടന്ന ഉടനെ ചെന്ന് അമ്മയോട് പറഞ്ഞു. അപ്പൊ ഞാൻ അതിലേക്ക് ചെക്ക് ചെയ്തെന്ന് വെച്ചാൽ ഈ അമ്മയോട് പറഞ്ഞത് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് 157ന്റെ പരിധിയിൽ കൊണ്ടുവരാൻ ഒക്കെ ഞാൻ നോക്കി. എബൌട്ട് ദ ടൈം, നോട്ട് അറ്റ് ദ ടൈം അല്ല. അപ്പൊ അതില് കുറച്ചുകൂടെ നമുക്കൊരു എക്സ്പാൻഷൻ കൊടുക്കാം. കാര്യം കുട്ടിയാണ്. അപ്പൊ അതിൽ ആ ഒരു ക്രൈറ്റീരിയൻ എബൌട്ട് ദ ടൈം ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ആ സമയത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോൾസ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ ഒരു എംബലിഷ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നതിന് ഉള്ള സമയം. ആ ഒരു ഫാബ്രിക്കേഷനുള്ള സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എബോട്ടിന്റെ പെർവിയിലേക്ക് വരില്ല. അതാണ് അതിന്റെ ഏക ക്രൈറ്റീരിയൻ. അത് ഡിറ്റർമിൻ ചെയ്യാൻ, എബൌട്ട് ദ ടൈം ഡിറ്റർമിൻ ചെയ്യാനുള്ള ഏക ക്രൈറ്റീരിയൻ. അപ്പൊ കുട്ടിയായതുകൊണ്ട് നമുക്കറിയാം കുട്ടിക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ കേസിൽ ഞാൻ അത് ഫോർമൽ ടെസ്റ്റിമണി ആയിട്ട്, അമ്മയോട് പറഞ്ഞ ഫോർമൽ ടെസ്റ്റിമണി ആയിട്ട് എടുത്തില്ല. കാര്യം അമ്മയോട് പറഞ്ഞത് അയാൾ ആ പ്രതി കിസ് ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താ? ബാക്കി കാര്യങ്ങളെല്ലാം കുട്ടി മാറ്റിമറിച്ചു. അപ്പം കുട്ടിക്ക് അവിടെ ഒരു ഡെലിബറേഷനുള്ള സഫീഷ്യന്റ് ടൈം കിട്ടി. അതുകൊണ്ട് എബൌട്ട് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയാതെ വന്നു. അതുകൊണ്ട് ആ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് അമ്മയോട് പറഞ്ഞത് ജസ്റ്റ് മിയർലി ഹിയർസേ എവിഡൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇതാണ് എബൌട്ട് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നു ഓർ ബിഫോർ എനി അതോറിറ്റി ലീഗലി കോമ്പീറ്റന്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഫാക്ട്. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അതിൽ അറ്റ് ഓർ എബൌട്ട് ടൈമിന്റെ പ്രസക്തി ഒന്നുമില്ല, എപ്പോഴും കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആയാലും മതി. ടെസ്റ്റ് മണിക്ക് മുന്നേ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആരോട്? ബിഫോർ ദ അതോറിറ്റി ലീഗലി കോമ്പീറ്റന്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഫാക്ട്. നോർമലി ആരായിരിക്കാം? പോലീസ് ഓഫീസർ. അപ്പൊ പോലീസ് ഓഫീസർക്ക് നൽകിയ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? കൊറോബറേഷന് വേണ്ടിയിട്ട് സാക്ഷിയുടെ ടെസ്റ്റ് മണിക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് 157 പറയുന്നത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. മജിസ്ട്രേറ്റിന് നൽകിയ സ്റ്റേറ്റ്മെന്റ് 164 അനുസരിച്ച്, CRPC 164 അനുസരിച്ച് നൽകിയ സ്റ്റേറ്റ്മെന്റ് കൊറോബറേഷന്, സാക്ഷിയുടെ ടെസ്റ്റ് മണിയെ കൊറോബറേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതിലുള്ള ക്വസ്റ്റ്യൻ വെച്ചാൽ മജിസ്ട്രേറ്റ് ഈസ് ലീഗലി എൻടൈറ്റിൽഡ് ടു എംപവർഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഫാക്ട്. ഡിസിഷൻസ് പറയുന്നുണ്ട് മജിസ്ട്രേറ്റിനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് മജിസ്ട്രേറ്റിന് നൽകിയ സ്റ്റേറ്റ്മെന്റും കൊറോബറേഷനായിട്ട്, സാക്ഷിയുടെ ടെസ്റ്റ് മണിയെ കൊറോബറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അതിന്റെ ലോജിക് എന്ന് പറയുന്നത് എന്താ പറയുക, ഈ രണ്ട് കാര്യങ്ങളിലുള്ള ലോജിക്, അറ്റ് ഓർ അബൌട്ട് ദ ടൈമും അത് പോലീസ് ഓഫീസർക്ക് നൽകുന്ന സ്റ്റേറ്റ്മെന്റും കൊറോബറേഷൻ ഉപയോഗിക്കാവുന്ന ഉള്ളൊരു ലോജിക് ഉണ്ട്. അത് വേറൊന്നുമല്ല, അറ്റ് ഓർ അബൌട്ട് ദ ടൈമിൽ നൽകുന്ന സ്റ്റേറ്റ്മെന്റിൽ സാധാരണഗതിയിൽ ഒരു എന്താ പറയുക, ഒരു ഫോൾസ് സ്റ്റോറി ക്രിയേഷൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അതിനുള്ള ടൈം കിട്ടില്ല. അതുകൊണ്ടാണ് അതിനൊരു വാല്യൂ നൽകിയിട്ട് അതിനെ ഈ ടെസ്റ്റ് മണിയെ കൊറോബറേറ്റ് ചെയ്യാനായിട്ട് പെർമിസിബിൾ എന്ന് സെക്ഷൻ 157 പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക്. സാധാരണഗതിയിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, പോലീസ് ഓഫീസർക്ക് സാധാരണഗതിയിൽ ഒരു കള്ളം പറയാനായിട്ട് കുറച്ച് മടി കാണും. അപ്പം സ്വാഭാവികമായിട്ടും പോലീസ് ഓഫീസർക്ക് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സത്യം, അതുകൊണ്ട് അതിനൊരു വില നൽകിയിട്ട് അതും ടെസ്റ്റ് മണിയെ കൊറോബറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതിനകത്ത് ഒരു ലോജിക്ക് അത്രേ ഉള്ളൂ. അതിൽ വേറെ ലോജിക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി നമുക്കറിയാം, ക്രിമിനൽ കേസിൽ നടത്തുന്നവർക്കറിയാം, ഈ സാക്ഷിയുടെ ടെസ്റ്റ് മണിയെ കൊറോബറേറ്റ് ചെയ്യാൻ നോർമലി സാധാരണഗതിയിൽ സാക്ഷിയുടെ ടെസ്റ്റ് മണിയെ കൊറോബറേറ്റ് ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ പ്രോസിക്യൂട്ടർ ഒരു ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാറുണ്ട്. സാക്ഷിയുടെ ടെസ്റ്റ് മണിയെ കൊറോബറേറ്റ് ചെയ്യാനായിട്ട് ആ സാക്ഷിയുടെ ഒരു ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ഇൻവേരിയബിളി എല്ലാ കേസിലും പ്രോസിക്യൂട്ടർ ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം, പ്രോസിക്യൂട്ടർ മാർക്ക് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട് സാക്ഷിയിലൂടെ. നമുക്കെല്ലാം അറിയാലോ, ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല.
ആ സാക്ഷി നൽകിയ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് 154 CRPC അനുസരിച്ചിട്ട് പോലീസിന് നൽകുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ആ സാക്ഷിയുടെ ടെസ്റ്റിമണിയെ കോറോബറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് പ്രോസിക്യൂട്ടർ എന്ത് ചെയ്യുക, ആ FIS സാക്ഷിയിലൂടെ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഒരു ഡൗട്ട് ഇതാണ്, സപ്പോസ് ആ സാക്ഷി ഈസ് നോട്ട് അവൈലബിൾ, അയാളെ വിസ്തരിക്കാൻ പറ്റുന്നില്ല, FIS നൽകിയ സാക്ഷിനെ കോടതിയിൽ വിസ്തരിക്കാനായിട്ട് കിട്ടുന്നില്ല, ഒരുപക്ഷെ അയാൾ മരിച്ചിരിക്കാം, അല്ലെങ്കിൽ അവൈലബിൾ അല്ലായിരിക്കാം. അപ്പൊ നമ്മുടെ പ്രോസിക്യൂട്ടേഴ്സ് എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും അത് റെക്കോർഡ് ചെയ്ത സാക്ഷിയിലൂടെയോ അല്ലെങ്കിൽ ആരിലൂടെയെങ്കിലും ആ FIS ഒന്ന് മാർക്ക് ചെയ്യും. അങ്ങനെ എന്തിനാ അങ്ങനെ മാർക്ക് ചെയ്യുന്നത്, എന്ത് പർപ്പസിനാണ് ആർക്കെങ്കിലും പറയാം? സാക്ഷിയുടെ ടെസ്റ്റിമണി ഇല്ല, പക്ഷെ സാക്ഷിയുടെ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് അതായത് FIS മാർക്ക് ചെയ്യുന്നു. എന്ത് പർപ്പസിന്? തീർച്ചയായിട്ടും 157 അല്ല. കാര്യം 157 വരണമെങ്കിൽ ടെസ്റ്റിമണി വേണം. ഈ കേസിൽ ടെസ്റ്റിമണി ഇല്ല. അപ്പൊ എന്തിനാ ഈ FIS മാർക്ക് ചെയ്യുന്നത്? പറയാമോ ആർക്കെങ്കിലും? അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? സാക്ഷിയുടെ ടെസ്റ്റിമണി ഇല്ലാതെ ആ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് ആവുന്ന ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആവുന്ന FIS എന്തിനാ മാർക്ക് ചെയ്യുന്ന ഒരു കേസിൽ? അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു, ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടി. അത്ര മാത്രമേ ഉള്ളൂ. For the memory fades. No. സിഗ്നേച്ചർ ഒന്നും അല്ല ഇത്. ഫസ്റ്റ് ആൻസർ ഈസ് കറക്റ്റ്. എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു? ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യണം. എങ്ങനെ FIR രജിസ്റ്റർ ചെയ്തു? ഓൺ ദ ബേസിസ് ഓഫ് FIS ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ആ ക്രൈം എങ്ങനെ രജിസ്റ്റർ ചെയ്തു എന്ന് തെളിയിക്കാനല്ലാതെ ആ അപ്രകാരം മാർക്ക് ചെയ്യുന്ന FIS-നെ കൊണ്ട് വേറെ ഒരു പേർപ്പസ് സെർവ് ചെയ്യാൻ. പേർപ്പസ് സെർവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ സാക്ഷിയുടെ ടെസ്റ്റിമണി കിട്ടിയിരിക്കും. അപ്പോഴേക്ക് ചോദിക്കാം, ഞാൻ ഒന്നുകൂടെ തിരിച്ചു ചോദിക്കട്ടെ, ആ സാക്ഷി ഹോസ്റ്റൈലായി, FIC പറയുന്ന കാര്യങ്ങളല്ല കോടതി വന്ന് പറയുന്നത്, എന്നെ തല്ലിയിട്ടില്ല, ഈ പ്രതി എനിക്ക് അറിയില്ല, ഹോസ്റ്റൈലായി. നമ്മൾ ഹോസ്റ്റൈൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു, പോട്ടെ. സാക്ഷി ഹോസ്റ്റൈലായി. എന്നാലും സാക്ഷി ഹോസ്റ്റൈലായാലും നമ്മുടെ പ്രോസിക്യൂട്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, എങ്ങനെയെങ്കിലും അയാളെ കൊണ്ട് അയാൾ നൽകിയ FIS മാർക്ക്. ഒരു പർപ്പസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് തെളിയിക്കാനാവാം. 2, എന്തായിരിക്കാം, വേറെ ഒരു പർപ്പസും അതിൽ സെർവ് ചെയ്യാൻ പോകുന്നില്ല, എക്സെപ്റ്റ് അത് നമുക്ക് പിന്നെ നോക്കാം, കോൺവിക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അതർവൈസ് അതുകൊണ്ട് യാതൊരു റിലവൻസിയും ഇല്ല. സാക്ഷി ഹോസ്റ്റലായി കഴിഞ്ഞാൽ FIS മാർക്ക് ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ FIS എന്ന് പറയുന്നത് സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എല്ലാം നമുക്കെല്ലാം അറിയാം. ഇപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ വന്നത്. അത് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അതിനേക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാം. ഒരു ക്രിമിനൽ കേസിൽ വിസ്താരം നടക്കുക. അപ്പൊ ഇതില് ഇൻജേർഡ്, അതിൽ 5 ഒഫൻസസ് ഉണ്ട്. അതായത് ഈ ഇൻജേർഡിന് എതിരെ അക്യൂസ്ഡ് 5 കുറ്റകൃത്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള 5 കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത്. അതായത് ഒന്ന്, സാക്ഷിനെ റെസ്ട്രെയിൻ ചെയ്ത്, റോങ്ഫുള്ളി റെസ്ട്രെയിൻ 341. പിന്നെ സാക്ഷിനെ കൈകൊണ്ടടിച്ചു 323. പിന്നെ സാക്ഷിനെ ഒരു ഡേഞ്ചറസ് ഒരു കമ്പിപ്പാര കൊണ്ട്, ഒരു കമ്പിയൊടി കൊണ്ട് അടിച്ചു. ഇതൊക്കെയാണ് കേസ്. 5 ഒഫൻസ്, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, 5 ഒഫൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ സാക്ഷി നടന്ന സംഭവമാണ്. ഈ സാക്ഷി കൂട്ടിക്കയറി ചീഫ് എക്സാമിനേഷനിലെ സംഭവം വിവരിച്ച സമയത്ത് പ്രതി ചെയ്ത 2 കുറ്റകൃത്യങ്ങളെ കുറിച്ച് സാക്ഷി ഒമിറ്റ് ചെയ്തു. ഡെലിബറേറ്റ് ആയിട്ടാണോ എങ്ങനെയാ ഒമിറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. സാക്ഷി പ്രതി ചെയ്ത 3 കുറ്റകൃത്യങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ പ്രോസിക്യൂട്ടറും അത് പ്രോംപ്റ്റ് ചെയ്ത് ചോദിച്ചില്ല. എന്തായാലും 5 ഒഫൻസ് ഉണ്ടെങ്കിൽ 3 ഒഫൻസിനെ കുറിച്ച് മാത്രമേ സാക്ഷി തന്നു. പ്രതി ഇത്ര കാര്യങ്ങൾ മാത്രമേ 3 കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്രോസ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തു. ക്രോസ് എക്സാമിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു.
രണ്ട് കാര്യങ്ങൾ, വിട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് കൈ കൊണ്ട് അടിച്ചു എന്നും ഒന്ന് കമ്പി വടി കൊണ്ട് അടിച്ചു. ഈ രണ്ട് കാര്യങ്ങളാണ് ചീഫ് എക്സാമിനേഷൻ സാക്ഷി പറയാൻ. അപ്പം ക്രോസ് എക്സാമിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നിങ്ങൾ പോലീസിന് സ്റ്റേറ്റ്മെന്റ് FIS സ്റ്റേറ്റ്മെന്റ് മൊഴി നൽകിയ സമയത്ത് നിങ്ങളെ ഈ പ്രതി കൈകൊണ്ട് തല്ലിയതായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സാക്ഷി ശരിയാണ്, ഞാൻ അപ്രകാരം മൊഴി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പം അപ്രകാരം തല്ലി എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. ശരിയാണ് സാറേ, ശരിയാണ്. ഉടൻ അദ്ദേഹം ഒന്ന് റൈസ് ചെയ്ത് ചോദിച്ചു, പിന്നെന്താ നിങ്ങൾ നേരത്തെ പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പം പറയത്തത്? ഞാൻ പറഞ്ഞു അന്നേരം ഞാൻ ഓർത്തില്ല സാറേ, ഞാൻ മറന്നുപോയി. സാറിപ്പം ചോദിച്ചപ്പോഴാണ് ഓർമ്മിച്ചത്. ഇങ്ങനെ തല്ലി എന്നുള്ള ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. 3 ഒഫൻസ് ചെയ്ത കൂട്ടത്തിൽ തല്ലി എന്നും ഉണ്ടായിരുന്നു. കൗൺസിലർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ പോലീസിന് മൊഴി കൊടുത്ത സമയത്ത് നിങ്ങളെ കമ്പി വടി കൊണ്ട്, അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഇത് ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ റിപ്ലൈ ഇതായിരുന്നു, ഇറ്റ്സ് മൈ റൈറ്റ്. ഓക്കെ, റൈറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ചീഫ് എക്സാമിനേഷൻ സാക്ഷി ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇത് വെറുതെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ചീഫ് എക്സാമിനേഷൻ പറഞ്ഞിട്ടില്ല, പക്ഷേ അത് FIS ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട്, അങ്ങനെയാണെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആൻസർ, അദ്ദേഹം പറഞ്ഞത് ഇതിപ്പോൾ ഞാൻ ചോദിച്ചില്ലെങ്കിൽ നാളെ പ്രോസിക്യൂഷൻ ഈ FIS എടുത്ത് കാണിച്ചിട്ട് ഈ 2 ഒഫൻസും കൂടെ ഞാൻ ചെയ്തതായിട്ട് ഞാൻ പറയും. FIS ഈ 2 ഒഫൻസും കൂടെ ഞാൻ ചെയ്തതായിട്ട് ഞാൻ പ്രോസിക്യൂഷൻ പിന്നെ പറയും. ഇതിലപ്പുറം ഞാൻ വേറെ എന്താ വേണ്ടേ? അപ്പം അദ്ദേഹത്തിന്റെ ധാരണ എന്ന് വെച്ചാൽ FIS എന്ന് പറയുന്നത് സബ്സ്റ്റാൻറ്റീവ് പീസ് ഓഫ് എവിഡൻസ് എന്നാണ്. നെവർ. അതിന്റെ ഏക യൂസ് എന്ന് പറയുന്നത് 157 പ്രകാരം സാക്ഷി ടെസ്റ്റിമണിയെ കൊറോബറേറ്റ് ചെയ്യാനല്ലാതെ FISന് യാതൊരു വിലയില്ല. നമ്മുടെ പ്രോസിക്യൂട്ടേഴ്സും അതെന്തോ വലിയ സംഭവമാണ്, FIS എന്ന് പറയുന്ന വലിയ സംഭവം എന്നുള്ള നിലയ്ക്കാണ് അതിനെ മാർക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. ഏക യൂസ് എന്ന് പറയുന്നത് സെക്ഷൻ 157ന്റെ യൂസ് മാത്രമേ ഉള്ളൂ FIS. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു FIS നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ടെസ്റ്റിമണിയെ കൊറോബറേറ്റ് ചെയ്യാനായിട്ട്. സ്വാഭാവികമായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ തോന്നാം, ഓൺസിസ്റ്റ്യൂൺ സ്റ്റേറ്റ്മെന്റ് അറിയാതെ സിവിൽ പോകുന്നവർക്ക് അല്ലെങ്കിൽ ജൂനിയേഴ്സിന് വേണ്ടിയിട്ട് പറയാം. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേസിന്റെ ഫാക്റ്റുമായിട്ട് അറിയാവുന്ന സാക്ഷികളെ കണ്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്ന അതിനെയാണ് ഓൺസിസ്റ്റ്യൂൺ CRPCയിലാണ്, ആ സെക്ഷനിലാണ് പറയുന്നത് പോലീസ് ഓഫീസർക്ക്, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസ് ഓഫീസർക്ക് ഈ ഫാക്റ്റുമായിട്ട് അക്വൈന്റൻസ് ഉള്ള, അറിയാവുന്ന, നോളജ് ഉള്ള സാക്ഷികളെ കണ്ട് ചോദിക്കാം. ആ ചോദിക്കുന്നതെല്ലാം എഴുതിയെടുക്കണമെന്ന് വെച്ചാൽ നിർബന്ധമൊന്നുമില്ല. 161ലും 163ലും ഇവിടെ തന്നെ പറയുന്നു, 157 പറയുന്നുണ്ട് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. എഴുതിയെടുക്കുന്നെങ്കിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അത് വേറെ കാര്യമില്ല. പോട്ടെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഓൺസിസ്റ്റ്യൂൺ സ്റ്റേറ്റ്മെന്റ് കൊറോബറേഷൻ ആയിട്ട് ഉപയോഗിക്കാത്തത്? FIS കൊറോബറേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നു. ഓൺസിസ്റ്റ്യൂൺ സ്റ്റേറ്റ്മെന്റ് സാക്ഷിയുടെ മൊഴി എന്തുകൊണ്ട് മാർക്ക് ചെയ്യുന്നില്ല? ഏറെക്കുറെ പേർക്ക് അതിന്റെ ആൻസർ അറിയായിരിക്കും. അവിടേക്ക് അതിന്റെ ആൻസർ കാണണമെങ്കിൽ നമ്മൾ എവിഡൻസ് ആക്ട് വിട്ടിട്ട് നമ്മൾ ഡിലേ വരുന്നു. നോ It's not a signed statement. No. 162 there is a Express bar ഉണ്ട് 162. Really I am happy. Why? എന്താന്ന് വെച്ചാല് ഈ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അത് എന്തുകൊണ്ട് 161 സ്റ്റേറ്റ്മെന്റ് കൊറോബറേഷന് വേണ്ടിയിട്ട് സാക്ഷി പ്ലീസ് ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു.
അപ്പൊ എന്തുകൊണ്ട് 161 സ്റ്റേറ്റ്മെന്റ് ഇത്രയും ആൻസേഴ്സ് വന്ന സ്ഥിതിക്ക് ഞാനത് എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടി. കാര്യം വെച്ചാൽ ക്ലാസ് എടുക്കുന്നുണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. എന്തുകൊണ്ട് അത് പറ്റില്ല എന്ന് ചോദിക്കുന്നെങ്കിൽ നമ്മൾ എവിഡൻസ് ആക്ടിൽ അതിന്റെ ആൻസർ ഇല്ല. നമ്മൾ അതിന്റെ ആൻസറെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ CRPC-യിലേക്ക് റൂൾസ് ഓഫ് പ്രാക്ടീസ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലേക്ക് നമ്മൾ പോകണം. ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ CRPC-യിൽ സെക്ഷൻ 162 എടുക്കുക. കൈവശമുള്ളവര് സെക്ഷൻ 162 എടുത്ത് വെച്ചൊന്ന് നോക്കുക. ഒരുപാട് കാര്യമുണ്ട്, മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഞാൻ ഉറപ്പ് വരുന്നു ഇത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് കേസ് നടത്താൻ സാധിക്കുന്നുള്ളത്. പ്രോസിക്യൂട്ടേഴ്സിനും ഡിഫൻസ് ലോയേഴ്സിനും അറിയാവുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ പറയുന്നില്ല. പക്ഷെ റീസെന്റ് ഞാൻ കാണുന്നു ഈ 162 അറിയാവുന്ന വളരെ വളരെ കുറച്ച് അഡ്വക്കേറ്റ്സ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒരുപാട് ഉണ്ടായിരിക്കാം, ഞാൻ എൻ്റെ മുന്നിലേക്ക് വരുന്നതിൽ വളരെ കുറവ് മാത്രമാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് സെക്ഷൻ 162 മനസ്സിലാക്കി തരാനുള്ള ഒരു ശ്രമം ഞാൻ നടത്താം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, 162 ആണ് ഒരു തടസ്സം. എന്താ തടസ്സം? പോലീസിന് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതിനുള്ള തടസ്സം. നമുക്കൊന്ന് നോക്കാം. 162 വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഓരോ വേർഡും, അതിൽ വരുന്ന ഓരോ വേർഡിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്നും ഒമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് നമുക്ക് മനസ്സിലാക്കി തരാം. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ അത് മനസ്സിലാക്കിക്കോളും. ഓക്കെ, 162 ഒന്ന് വായിച്ചു നോക്കാം അല്ലെ. നോ സ്റ്റേറ്റ്മെന്റ്, തുടക്കം തന്നെ നോ സ്റ്റേറ്റ്മെന്റ് made by any person, no statement made by any person to a police officer in the course of an investigation under this chapter shall if reduced to writing. ഇതില് ഞാനൊരു കാര്യം പറയാം, വിട്ടുപോയി. 162 ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ 162 മൊത്തം വായിക്കില്ല. മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓഡിയബിൾ ആണോ? No, it's okay, sir. Breaking. Okay. Sir, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നു സർ. ഒന്ന് പറയണേ. റേഞ്ച് ഇഷ്യൂ. ഓക്കെ, നോ ഓക്കെ സർ. 162 ഞാനൊരു ചെറിയൊരു അഡ്വൈസ് തരാം. 162 എന്ന് പറയുന്നത് മൊത്തം ഈ കൊറോബറേഷന് വേണ്ടി നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. കൊറോബറേഷന് വേണ്ടിയിട്ട് നമ്മൾ 162 മൊത്തം വായിക്കുകയാണെങ്കിൽ നമ്മൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി പോകും. ദയവ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കൊറോബറേഷനും കോൺട്രഡിക്ഷനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് എൻ്റെ ഫസ്റ്റ് അഡ്വൈസ്. അപ്പം ഫസ്റ്റ് പാർട്ട് മാത്രം നമ്മൾ തൽക്കാലം നോക്കുക. സെക്കൻഡ് പാർട്ട് ഒരു കാരണവശാലും ഇപ്പൊ നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് പാർട്ടില് 162 എന്താ പറയുന്നത്? നോ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ എനി പേഴ്സൺ ടു എ പോലീസ് officer in the course of an investigation under this chapter shall, if reduced to writing, be signed by the person making it. വളരെ സിമ്പിൾ ആണ്. ഞാൻ പ്രാക്ടീസ് ചെയ്ത സമയത്ത് സമയം കിട്ടുമ്പോഴൊക്കെ ജില്ലാ കോടതിയിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു. ഓൺലൈൻ ആയിട്ടുള്ള ലോയേഴ്സ് ഒക്കെ അന്നുണ്ടായിരുന്നു, അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ അന്ന് ഈ കോടതിയിലെ ജഡ്ജസും ഈ ലോയേഴ്സും തമ്മിൽ ചിലപ്പോൾ ചില ഡിസ്കഷൻസ് ഒക്കെ നടത്താറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ യാദൃശ്യമായിട്ട് ഈ 162 ഹിറ്റ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിസ്കഷൻ ജഡ്ജസും സീനിയർ ലോയേഴ്സും ഓഡിയോ ബ്രേക്ക്. അപ്പൊ എനിക്ക് ജസ്റ്റ് അന്ന് ജൂനിയർ ആയിരുന്നു, എനിക്ക് മനസ്സിലായി ഈ 162 CRPC എന്ന് പറയുന്നത് ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? ഇടയ്ക്കൊന്നും ബ്രേക്ക് ആയി സർ. ആണോ? ഓക്കെ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നോക്കട്ടെ, നെറ്റ് നോക്കിട്ട് വരാം.
ആണോ? ഓക്കെ, ഓക്കെ ഉണ്ടെങ്കിൽ പറയണേ, എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അന്ന് ഞാൻ ഈ ജില്ലാ കോടതി ചെന്നിരിക്കുന്ന സമയത്ത് ഇതിനെ സംബന്ധിച്ച് കുറച്ച് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ സെക്ഷൻ 162 എന്തോ വലിയ സംഭവമാണെന്ന് മനസ്സിലായി. ഞാൻ നേരെ ഓഫീസിലേക്ക് ചെന്നിട്ട് CRPC സെക്ഷൻ 162 എടുത്ത്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ, 162 എടുത്ത് ഞാൻ വായിച്ചു നോക്കിയപ്പോഴാ നോ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ എനി പേഴ്സൺ ടു എ പോലീസ് ഓഫീസർ in the course of an investigation under this chapter shall, if produced to writing, be signed by the person making it. ഓ, ഇത്രയേ ഉള്ളൂ ആ സംഭവം. ഒരു പോലീസ് ഓഫീസർക്ക് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് അത് പോലീസ് ഓഫീസർ എഴുതിയെടുക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് നൽകിയ വ്യക്തി അത് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ചിന്തിച്ചു, ഇതിനെ കുറിച്ചിട്ടാണോ ആ ജില്ലാ കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ്സും ജില്ലാ ജഡ്ജൊക്കെ ഇത്രയധികം ഡിസ്കഷൻ നടത്തിയെന്ന് ഞാൻ ചിന്തിച്ചു. ജസ്റ്റ് സെക്കൻഡ് പാർട്ടും കൂടെ ഒന്ന് വായിച്ചു നോക്കി. Nor shall any such statement or any record thereof, whether in a police diary or otherwise, or any part of such statement or record, be used for any purpose, save as hereinafter provided, at any inquiry or trial in respect of any offence under investigation at the time when such statement was made. അത് വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല. സ്വാഭാവികമായിട്ട് ഞാൻ ബുക്ക് അടച്ചു വെച്ചു. എന്തായാലും ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ ഇരുന്നു. അത് അത്രയും മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അപ്രകാരം നൽകുന്ന സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി. ഇവിടെ എന്താ പറയുന്നത് നോക്കാം. അപ്പം ഫസ്റ്റ് പാർട്ടിൽ അത്രയേ ഉള്ളൂ, ആ സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. സെക്കൻഡ് പാർട്ടാണ് നോർ ഷാൽ, അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഗിവൺ ടു എ പോലീസ് ഓഫീസർ ഇൻ ദ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നോർ ഷാൽ, അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു കാരണവശാലും എനി സച്ച് സ്റ്റേറ്റ്മെന്റ് or any record thereof, അത് വിട്ടേക്കുക. നമുക്ക് നോക്കാം. whether in a police diary or otherwise, അതും വിട്ടേക്കുക. പോലീസ് ഡയറിയിലുള്ളതോ അല്ലാതെയോ നൽകുന്ന സ്റ്റേറ്റ്മെന്റ് or any part of such statement or record, അത് പാർട്ട് അതും വിട്ടേക്കുക. be used for any purpose. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് പോലീസ് ഓഫീസർക്ക് നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റും shall not be used for any purpose, ഒരു പർപ്പസിനും ഉപയോഗിക്കാൻ പാടില്ല എന്ന സെക്ഷൻ 162 സർ ഓഡിയോ പോലീസ് ഓഫീസർക്ക് ആണോ? ഓഡിയോ ഒന്ന് ബ്രേക്ക് ആയി സർ. ലാസ്റ്റ് സെന്റൻസ്. ഞാൻ ഡയറക്റ്റ് ഒന്ന് കണക്ഷൻ കൊടുത്തോട്ടെ, ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യോ? ഓക്കെ, ഇപ്പൊ ഓക്കെയാണ് സർ. ഇടയ്ക്ക് ഒരു ബ്രേക്ക് ആണ്. ഞാൻ വയർഡ് കണക്ഷൻ കൊടുക്കട്ടെ. ആ സർ, വയർ കണക്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, അതാണ് ബെറ്റർ. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം.
ഓക്കെ. ഓക്കെ സാർ. ഓക്കെ. അതായത് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് പോലീസ് ഓഫീസർക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റും യാതൊരു പർപ്പസിനും യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് അതിന്റെ ചുരുക്കം. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പൊ അതിന്റെ റിലവൻസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെസ്, അപ്പം 161 സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല? വളരെ ക്ലിയർ ആണ്. നോ ഷാൽ എനി സച്ച് സ്റ്റേറ്റ്മെന്റ് എപ്പോഴും കൊടുത്തത് ഇൻ ദ കോഴ്സ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേഷൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് അണ്ടർ ദിസ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ചാപ്റ്റർ 12 വരുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് 154 തൊട്ട് 176 വരെയുള്ള സെക്ഷൻസ് ഉൾപ്പെടുന്നതാണ് ചാപ്റ്റർ 12 വരുന്ന സെക്ഷൻസ്. ആ ചാപ്റ്റർ പ്രകാരം വരുന്ന സെക്ഷൻസ് പ്രകാരം കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ 161 എന്ന് പറയുന്നത് അതിന് ഇടയിൽ വരുന്ന സെക്ഷൻ ആണ്. 161 സ്റ്റേറ്റ്മെന്റ് പോലീസ് ഓഫീസർക്ക് ഇൻ ദ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ഷാൽ നോട്ട് ബി യൂസ്ഡ് ഫോർ എനി പർപ്പസ്. ഒരു പർപ്പസിനെ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് 161 സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോഴാണ് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, then how 154, അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. 154 എന്ന് പറയുന്നതും ആ ചാപ്റ്ററിൽ വരുന്നതാണ്. ഞാൻ പറഞ്ഞു ആ ചാപ്റ്ററിൽ 154 to 176 ആണ് സെക്ഷൻസ്. ആ ചാപ്റ്റർ പ്രകാരം നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് സെക്ഷനിൽ പറയുന്നു. പിന്നെ എങ്ങനെയാ FIS നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏത് പർപ്പസിന്? ടു corroborate the testimony of the witness. Chapter 12, sections 154 to 176. 161 സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാര്യം ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ FISഉം ആ ചാപ്റ്ററിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. കാര്യം 154 ആണ് FISനെ സംബന്ധിക്കുന്ന സെക്ഷൻ. അതെങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും? നമ്മൾ ഒന്നുകൂടെ ആ സെക്ഷൻ 162 വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടും. നോക്കുക. നോ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ എനി പേഴ്സൺ ടു എ പോലീസ് ഓഫീസർ ഇൻ ദ കോഴ്സ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേഷൻ. ഏത് സ്റ്റേറ്റ്മെന്റാ? ഓൺലി സ്റ്റേറ്റ്മെന്റ്സ് മെയ്ഡ് ബൈ എനി പേഴ്സൺ ഇൻ ദ കോഴ്സ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് പോലീസ് ഓഫീസർക്ക് നൽകുന്ന സ്റ്റേറ്റ്മെന്റ്. അവിടെയാണ് സെക്ഷൻ 154ഉം 161 തമ്മിലുള്ള വ്യത്യാസം. 154 എന്ന് പറയുന്നത് ചാപ്റ്റർ 12 പ്രകാരം നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കൂടിയും അത് നോട്ട് ഇൻ ദ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ. കാര്യം നമുക്കറിയാം, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലി ആഫ്റ്റർ രജിസ്റ്ററിംഗ് ദ FIR. FIR രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. FIS നൽകുന്നത് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ, ഇൻവെസ്റ്റിഗേഷന് മുന്നേ നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് സെക്ഷൻ 154 ഇതിന്റെ പരിധിയിൽ പെടാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി ചിലപ്പോൾ ചില സാക്ഷികള് ഇനിയിപ്പോ വരുന്ന എല്ലാം 161 സ്റ്റേറ്റ്മെന്റ് ആണ്. ചില സാക്ഷികൾ നൽകുന്ന പോലീസ് നൽകുന്ന സ്റ്റേറ്റ്മെന്റിൽ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. സാധാരണ കാണുന്നത് പ്രതിക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂട്ടർ അത് സാക്ഷിയെ കൊണ്ട് പറയിപ്പിക്കില്ല. അപ്പൊ ഡിഫൻസ് ലോയർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 161 സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചിട്ടായിരിക്കും വരുന്നത്. അവരെന്ത് ചെയ്യും? ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സാക്ഷി പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതിക്ക് ഫേവർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ ഡിഫൻസ് ലോയർ എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വരുന്ന സമയത്ത് ചോദിക്കും. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇതിലെ മൂന്നാം സാക്ഷി ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. സാധാരണ ഇതില് സ്ഥിരം ചോദിക്കുന്നതാണ് സാക്ഷികൾ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ അടുത്ത് സാക്ഷികൾ നൽകിയ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് കോൺട്രഡിക്ഷന് ഉപയോഗിക്കാം. അത് ഞാൻ പിന്നെ വരാം, കോൺട്രഡിക്ഷനിലേക്ക് പിന്നെ വരാം. അല്ലാതെ അത് പെർമിസിബിൾ ആണോ? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ അടുത്ത് സാക്ഷികൾ നൽകിയ സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് മേ ബി ഇൻ ഫേവർ ഓഫ് ദ അക്യൂസ്ഡ്, നൽകിയ സ്റ്റേറ്റ്മെന്റ്, സാക്ഷി പ്രതിക്ക് അനുകൂലമായിട്ടുള്ള നൽകിയ സ്റ്റേറ്റ്മെന്റും
നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതും നമുക്ക് സെക്ഷൻ 162 വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുകൂടെ നോക്കുക. രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കുക. Nor shall any such statement or any record thereof, whether in a police diary or otherwise, or any part of such a statement recorded, be used for any purpose. Any purpose, ഒരു purpose, that means not in favor of the accused or against the accused. പ്രതിക്ക് അനുകൂലമായിട്ടോ പ്രതിക്ക് പ്രതികൂലമായിട്ടോ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. For any purpose, പ്രതിക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ചില കേസിൽ എന്റെ മുന്നിൽ വന്നിട്ടുണ്ട്, പ്രോസിക്യൂട്ടർ ആദ്യം FIS മാർക്ക് ചെയ്യും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ FIS മാർക്ക് ചെയ്ത FIS ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് നൽകിയ ആ വ്യക്തിയോട് തന്നെ ചോദിക്കും, നിങ്ങളുടെ രണ്ടാമത് പോലീസ് ഒരു മൊഴിയെടുത്തു. അതെ, രണ്ടാമതൊരു മൊഴിയെടുത്തു. ആ മൊഴിയാണ് ഇത്. ദാറ്റ് മേ ബി മാർക്ഡ്. ഞാൻ ചോദിക്കും, എന്താ കാര്യം അത്? എന്താ അത്? അഡീഷണൽ FIS. പ്രോസിക്യൂട്ടർ പറഞ്ഞ വാക്കാണ് അഡീഷണൽ FIS. അതും മാർക്ക് ചെയ്യണം. സാധിക്കും? പറ്റില്ല. അഡീഷണൽ FIS എന്ന് പറയുന്ന സമ്പ്രദായമൊന്നുമില്ല. ആ സെയിം സാക്ഷി തന്നെ വീണ്ടും അഡീഷണൽ ആയിട്ട് ഒരു മൊഴി കൊടുക്കുന്നതിനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അഡീഷണൽ FIS എന്ന്. അങ്ങനെ സംഭവമൊന്നുമില്ല. അഡീഷണൽ FIS ഒന്നുമില്ല. അഡീഷണൽ FIS എന്ന് പറഞ്ഞ് നൽകാം. എപ്പോഴ് FIS നൽകി ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രൈം രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഒരു അഡീഷണൽ FIS ആയിട്ട് കണക്കാക്കാം. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സെയിം സാക്ഷി തന്നെ വീണ്ടും പോലീസ് ഓഫീസർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി കഴിഞ്ഞാൽ 162ന്റെ ബാർ വരും. അത് അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. മാർക്ക് ചെയ്യാനോ ഏതൊരു പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ചില കേസിൽ നമ്മളൊക്കെ കാണുന്ന കേസ് സംഭവങ്ങൾ തന്നെയാണ് ഈ മോഷണ കേസ്. മോഷണ കേസിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ആയിരിക്കാം മോഷണം പോയത്. ഇപ്പൊ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ സാക്ഷിനെ കൊണ്ട് മോഷണം പോയ പ്രോപ്പർട്ടീസിന്റെ ഒരു ലിസ്റ്റ് എഴുതി വാങ്ങിക്കും. ലിസ്റ്റ് ഓഫ് സ്റ്റോളൻ ആർട്ടിക്കിൾസ്. ഇത് വാങ്ങിച്ചിട്ട് കേസ് ബണ്ടിലാക്കിയിട്ട് ഇത് കോടതിയിൽ ചാർജ് ഷീറ്റിനോടൊപ്പം ഹാജരാക്കും. അപ്പൊ ചില പ്രോസിക്യൂട്ടേഴ്സ് ആ സാക്ഷിയിലൂടെ ഈ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഫർണിഷ്ഡ് ടു ദ പോലീസ് ഓഫീസർ മാർക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. പെർമിസിബിൾ ആണോ? ലിസ്റ്റ് ഓഫ് സ്റ്റോളൻ ആർട്ടിക്കിൾസ് സാക്ഷി പോലീസ് ഓഫീസർക്ക് നൽകിയ ആ ലിസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് പെർമിസിബിൾ ആണ്. അതും 162 വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടും. ഞാൻ തന്നെ വായിക്കാം. രണ്ടാമത്തെ പാർട്ട് തൊട്ട് നോക്കാം പ്ലീസ്. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് തൊട്ട് തന്നെ ഞാൻ വായിക്കാം. Nor shall any such statement, അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റും പറ്റില്ല, or any record thereof. Any record thereof. ആ thereof എന്ന് പറയുന്ന വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനെ പറ്റി, അതിനെ സംബന്ധിക്കുന്ന, ഏതിനെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോലെ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിക്കുന്ന ഒരു റെക്കോർഡും ഈസ് ഓൾസോ നോട്ട് പെർമിസിബിൾ. സ്റ്റേറ്റ്മെന്റ് അല്ല, സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ പോലും ആ രേഖയും പെർമിസിബിൾ അല്ല. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റിന് പോലെയുള്ളതാണ് ആ ഒരു രേഖ എന്ന് പറയുന്നത്, ലിസ്റ്റ് ഓഫ് സ്റ്റോളൻ ആർട്ടിക്കിൾസ്. അതുകൊണ്ട് അതും പെർമിസിബിൾ അല്ല. ഇനി ചില കേസിൽ പോലീസ് ഓഫീസേഴ്സ് ചെന്നിട്ട് ബാങ്ക് ഓഫീഷ്യൽസിന്റെ പ്രതിയുടെ എന്താ പറയാ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് തരാനായിട്ട് പറയും. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അത് കോടതി ഹാജരാക്കും. എന്നിട്ട് ആ ബാങ്ക് ഓഫീഷ്യൽസിനെ വിസ്തരിച്ചതിന് ശേഷം ഇപ്രകാരം നൽകിയ ഒരു സർട്ടിഫിക്കറ്റ്, പ്രതിയുടെ അഡ്രസ്സ് അല്ലെങ്കിൽ പ്രതിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ബാങ്ക് ഓഫീഷ്യൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് മാർക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അതും പെർമിസിബിൾ അല്ല. അതും റെക്കോർഡ് thereof ആണ്. സാക്ഷി മൊഴിക്ക് പകരം അതിനോട് അനുബന്ധിച്ചിട്ടുള്ള അതേപോലെയുള്ള ഒരു റെക്കോർഡാണ്. അതുകൊണ്ട് അതും പെർമിസിബിൾ അല്ല. ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, ഈ
പോക്സോ കേസസിലെ പ്രോസിക്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പോക്സോ കേസിലെ പ്രോസിക്യൂഷന്റെ ഡ്യൂട്ടിയാണ് ഈ വിക്ടിം, സെക്ഷൽ അസോൾട്ടിന് ഇരയാകുന്ന വിക്ടിം മൈനർ ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ്, ആ വിക്ടിമിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യും. ഒന്നുകിൽ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് കൺസേൺഡ്, അങ്ങനെ എന്താ പറയാ, ബർത്ത് ആൻഡ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യും. സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഹെഡ് മാസ്റ്റർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഈ സ്കൂളിലെ ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കളക്ട് ചെയ്യുന്ന വെച്ചാൽ കുട്ടി മൈനർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും. പ്രോസിക്യൂട്ടർ ഈ സർട്ടിഫിക്കറ്റ് മാർക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. പെർമിസിബിൾ ആണോ? പറ്റില്ല. റെക്കോർഡ് ദെയർ ഓഫിലേക്ക് വരും. റെക്കോർഡ് ദെയർ ഓഫിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ജസ്റ്റ് ലൈക്ക് എ സ്റ്റേറ്റ്മെന്റ് given by the witness to a police officer that is hit by section 162 of CRPC. അപ്പൊ അതിലെ കുഴപ്പമെന്ന് പറയുന്നത് പ്രോസിക്യൂട്ടേഴ്സ് ശ്രദ്ധിക്കുക, എന്താ ചെയ്യാന്ന് വെച്ചാൽ അവര് അത് ജസ്റ്റ് അവർക്ക് പ്രൂവ് ചെയ്താൽ മതി. ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ നൽകിയിട്ടുള്ള കേസിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പ്രൂവ് ചെയ്താൽ മതി. എങ്ങനെ പ്രൂവ് ചെയ്യാം? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, സെക്ഷൻ 59 all facts except the contents of a document may be proved by oral evidence. Oral evidence is sufficient. പകരം അവരെന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ ആ വിക്ടിമിനോട് ചോദിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാന്ന്. അത് ചലഞ്ച് ചെയ്തില്ലെങ്കിൽ അത് ഓക്കെ. അല്ലെങ്കിൽ കുട്ടിയുടെ പാരന്റ്സിനെ എക്സാം ചെയ്യും, ആ പാരന്റ്സിനോട് ചോദിക്കാം കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ. അത് ചലഞ്ച് ചെയ്തില്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ, പ്രൂവ്ഡ് ആണ്. പകരം ഈ നമ്മുടെ പ്രോസിക്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചാല് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അപ്പൊ ഈ വിക്ടിമിനോട് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാറില്ല, പാരന്റ്സിനോട് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാറില്ല. അവസാനം കൊണ്ടുവന്ന് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് മാർക്ക് ചെയ്യാനായിട്ട് വരും. അറിയാന്നുള്ള ഡിഫൻസ് ലോയറോ അല്ലെങ്കിൽ അറിയാന്നുള്ള കോടതിയാണെങ്കിൽ അത് പെർമിറ്റ് ചെയ്യില്ല. കാര്യം ഹിറ്റ് ബൈ സെക്ഷൻ 162. അപ്പൊ നിങ്ങൾ ചോദിക്കാം, അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാല് സ്റ്റേറ്റ്മെന്റ് അല്ലാത്ത ഒരു സംഭവം കൊണ്ടുവരിക. ദാറ്റ് മീൻസ് ആ സ്കൂളിലെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന രജിസ്റ്ററിന്റെ എക്സ്ട്രാക്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അത് സ്റ്റേറ്റ്മെന്റ് അല്ല, ഓൾറെഡി ഉള്ളതാ. ആ ഓൾറെഡി ഉള്ളതിന്റെ എക്സ്ട്രാക്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ സാക്ഷിനെ സമൻസ് അയച്ചിട്ട് ഒറിജിനലും കൂടെ കൊണ്ടുവന്നിട്ട് ആ എക്സ്ട്രാക്ട് മാർക്ക് ചെയ്യാം. അതാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് സംബന്ധിക്കുന്ന കാര്യം. അതുപോലെ തന്നെയാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ്. ചില കേസിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ്, പോക്സോ കേസിലും പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാറുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. പൊസഷൻ സർട്ടിഫിക്കറ്റും 162 ഹിറ്റ് വരും, ബാറിലേക്ക് വരുന്നതാണ്. പൊസഷൻ സർട്ടിഫിക്കറ്റ് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഈ മജിസ്ട്രേറ്റ് കോർട്ടില് 279 338 കേസ് നടത്തുന്നവർക്കറിയാം, ഈ പോലീസ് ഓഫീസേഴ്സ് ഈ ആ വണ്ടിയുടെ ആക്സിഡന്റിൽപ്പെട്ട വണ്ടിയുടെ ഓണറിന്റെ ഉടമസ്ഥന്റെ ഈ വണ്ടി ഓടിച്ച ഡ്രൈവറിന്റെ അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ പേരും അഡ്രസ്സും ചോദിക്കും. അതെന്തുകൊണ്ട് ചോദിക്കുന്ന വെച്ചാല് MV ആക്ടിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്റെ ഓർമ്മയാണെങ്കിൽ 133 ആണ്, 133. ആ 133 പ്രകാരം ഓർഡർ ഈസ് ബൗണ്ട് ടു ഗീവ് ഫർണിഷ് സച്ച് ആൻ ഇൻഫർമേഷൻ. അപ്പൊ അവരെന്ന് ചോദിക്കും എങ്ങനെ ഈ 133 ഇൻവോക്ക് ചെയ്തുകൊണ്ട് ഈ വണ്ടി ഓടിച്ച ഡ്രൈവറിന്റെ പേരും അഡ്രസ്സും ചോദിച്ചിട്ട് ഒരു ഡോക്യുമെന്റ്, ഒരു രേഖ വാങ്ങിക്കും. ഇത് കൊണ്ടുവന്ന് മാർക്ക് ചെയ്യുന്നത് കാണാറുണ്ട് ക്രിമിനൽ മജിസ്ട്രേറ്റ് കോടതിയിൽ. ഓൾസോ നോട്ട് പെർമിസിബിൾ. അതും ഓൾസോ ഹിറ്റ് ബൈ സെക്ഷൻ 162. ദെൻ ഇനി അപ്പം കെമിക്കൽ റിപ്പോർട്ടോ അതോ മാർക്ക് ചെയ്യാൻ പറ്റും? കെമിക്കൽ ലാബിലേക്ക് കൊടുത്തിട്ട് റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് മാർക്ക് ചെയ്യാൻ പെർമിസിബിൾ ആണോ? പറ്റും. It can be marked. Can be marked. അപ്പൊ ഓക്കെ, 293.
293 ആണ് അതിന്റെ പോർഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതല്ല, അത് 162ന്റെ പെർവിയിൽ വരുമോ, 162 ഹിറ്റ് ആവോ, 162 പ്രകാരം ബാർ ചെയ്യുന്നതാണോ, അതാണല്ലോ ക്വസ്റ്റ്യൻ. 162ന്റെ ബാർ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമുക്ക് വേറെ മാർഗം ബാർ വരുമോ ഇല്ലെന്ന് നമുക്ക് നോക്കണമെങ്കിൽ പ്ലീസ് ഹിയർ ബാർ മൈക്കൊന്ന് വോട്ട് ചെയ്യാമോ? ബാർ വരുമോ എന്ന് നോക്കണമെങ്കിൽ പ്ലീസ് മ്യൂട്ട്. ബാർ വരുമെന്ന് നോക്കണമെങ്കിൽ വേറെ ഒരു മാർഗവും ഇല്ല. 162 ഒന്ന് ഇരുത്തി വായിച്ചു നോക്കുക. അതാണ് ഞാൻ പറയുന്നത്. 162ന്റെ ഒരു വേർഡ് പോലും നമുക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റില്ല. 162 ഇരുത്തി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബാർ ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അല്ല 162. നോക്കുക. നോർ ഷാൽ എനി സച്ച് സ്റ്റേറ്റ്മെന്റ് or any record thereof, whether in a police diary or otherwise, or any part of such statement or record be used for any purpose, save means except as hereinafter provided. As hereinafter means section 162 ന് താഴെയുള്ള സെക്ഷൻസിൽ പറയുന്നത് ഒഴികെ. അപ്പം താഴെ ഏതെങ്കിലും 162ന് താഴെ ഏതെങ്കിലും സെക്ഷൻ പ്രകാരം അത് പെർമിസിബിൾ ആണെങ്കിൽ ഓഫ് കോഴ്സ് 162ന്റെ പെർവിയിൽ വരില്ല. അപ്പൊ നമ്മൾ ഏത് സെക്ഷൻ പ്രകാരം 293 അല്ലേ? 293 എന്ന് പറയുന്നത് 162ന്റെ താഴെ വരുന്ന സെക്ഷനാണ്. അവിടെ പറയുന്നുണ്ട് വിത്തൗട്ട് എക്സാമിനിങ് ദ എക്സാമിനർ ആ റിപ്പോർട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് 162ന്റെ പെർവിയിലേക്ക് അത് വരുന്നില്ല. ഇനി ചിലപ്പോൾ ഈ മജിസ്ട്രേറ്റുമാര് പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്ന സമയത്ത് അവർ തന്നെ കംപ്ലൈന്റ് എന്റർടൈൻ ചെയ്യാറുണ്ട്. കംപ്ലൈന്റ് എന്റർടൈൻ ചെയ്തിട്ട്, അതായത് പോലീസിലേക്ക് 156(3) പ്രകാരം 186(3) പ്രൊവിഷൻ പ്രകാരം റെഫർ ചെയ്യാതെ, പോലീസിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ റെഫർ ചെയ്യാതെ അവർ തന്നെ കംപ്ലൈന്റ് ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊവിഷനുണ്ട്, എന്തെങ്കിലും ആരെയും കൊണ്ടെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, അതായത് കോടതിക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥ, എന്തെങ്കിലും ഒരു ഔട്ട്സൈഡ് ഏജൻസിയെ കൊണ്ട്, അതാരും ആയിക്കോട്ടെ, ഒരു ഔട്ട്സൈഡ് ഏജൻസിയെ കുറിച്ചിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ മജിസ്ട്രേറ്റിന് അതിനുള്ള പവർ ഉണ്ട്. അതാണ് നമുക്കറിയാം 202 CRPCയിലാണ് ആ പവർ. അതിനെ പറയുന്നതാണ് 202 എൻക്വയറി എന്ന് പറയുന്നത്. സാധാരണ ക്രിമിനൽ കോർട്ടിൽ പോകുന്ന ലോയേഴ്സിന് അറിയാമായിരിക്കും 202 എൻക്വയറി എന്ന് വെച്ചാൽ. അപ്പൊ അങ്ങനെ ഒരു കേസിൽ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു. അപ്പം മജിസ്ട്രേറ്റിന് തോന്നി ഒരു പർട്ടിക്കുലർ ഫാക്ട് അത് പോലീസിന്റെ ഒരു എൻക്വയറിക്കായിട്ടാണ്, നോട്ട് ഇൻവെസ്റ്റിഗേഷൻ, എൻക്വയറിക്കായിട്ട്, അന്വേഷണത്തിനായിട്ട് പോലീസിലേക്ക് അയച്ചു ഒരു പർട്ടിക്കുലർ ഫാക്ട്. പോലീസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന മാറ്റർ മാത്രം അന്വേഷിക്കുക, റിപ്പോർട്ട് ഫയൽ ചെയ്യുക. അങ്ങനെ പോലീസിലേക്ക് 202 എൻക്വയറി പ്രകാരം അയച്ചു. പോലീസ് ഓഫീസർ സാധാരണ സാധാരണ ചെയ്യുന്നത് അവിടെ വെച്ച് സാക്ഷികളുടെ മൊഴി റെക്കോർഡ് ചെയ്തു. ആ മൊഴി കോടതിയിലേക്ക് നൽകി. ആ മൊഴി അതേ സാക്ഷിയെ പിന്നെ വിസ്തരിക്കുന്ന സമയത്ത് ആ മൊഴി വെച്ചുകൊണ്ട് ആ സാക്ഷിയുടെ ടെസ്റ്റിമണിയെ കോറോബറേറ്റ് ചെയ്യാൻ സാധിക്കുമോ? അതായത് സെക്ഷൻ 162ന്റെ ഹിറ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 202 പ്രകാരം എൻക്വയറിക്കായിട്ട് അയച്ചു കഴിഞ്ഞാൽ അത് അവിടെ പോലീസ് എടുക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് സെക്ഷൻ 162ന്റെ പെർവിയിൽ വരുന്നുണ്ടോ ഇല്ലയോ? ആർക്കെങ്കിലും പറയാമോ? വരില്ല, അത് വേറെ ചാപ്റ്റർ ആണ്. വരില്ല. പാർട്ട് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ. കോൺട്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചാപ്റ്റർ 12 വരുന്നത് മാത്രമേ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നോട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ്. അത് കോൺട്രഡിക്ഷൻ നമുക്ക് വിട്ടേക്കാം, അത് പിന്നെ നോക്കാം. അതില് ഈ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. 162 ഒന്നുകൂടെ വായിച്ചു നോക്കാം. 162 ഒന്നുകൂടെ വായിച്ചു നോക്കാം. നോ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ എനി പേഴ്സൺ ടു എ പോലീസ്, ഫസ്റ്റ് പാർട്ടാണ്. നോ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ എനി പേഴ്സൺ ടു എ പോലീസ് ഓഫീസർ ഇൻ ദ കോഴ്സ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ദിസ് ചാപ്റ്റർ. ദിസ് ചാപ്റ്റർ മീൻസ് ചാപ്റ്റർ 12. ചാപ്റ്റർ 12 എന്ന് പറയുന്നത് 154 to 176. മറ്റേത് ഏത് സെക്ഷനാണ്? 202. 202 പ്രകാരം
പോലീസ് ഓഫീസർക്ക് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് 162ന്റെ പരിധിയിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി സിവിൽ കേസിൽ ഒരു സാക്ഷി ടെസ്റ്റിമണി പറയാം. ആ ടെസ്റ്റിമണിയെ ആ സാക്ഷി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നേരത്തെ ഒരു പോലീസ് ഓഫീസർക്ക് ഇൻവെസ്റ്റിഗേഷൻ, അതായത് 161 പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി നൽകിയിട്ടുണ്ട്. അപ്പൊ ആ സിവിൽ കേസിൽ ആ വക്കീലിന് ആ സാക്ഷിയുടെ ടെസ്റ്റിമണി കോറബറേറ്റ് ചെയ്യാനായിട്ട് ആ സാക്ഷി നൽകിയ 161 സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്നു. സിവിൽ കേസിൽ നൽകിയ സാക്ഷിയുടെ ടെസ്റ്റിമണിയെ കൊറോബറേറ്റ് ചെയ്യാനായിട്ട് ആ സാക്ഷി പോലീസ് ഓഫീസർക്ക് വേറൊരു കേസിൽ കഴിയും. എന്തുകൊണ്ടാ? അത് ആ പർട്ടിക്കുലർ ചാപ്റ്ററിൽ ആ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട സംഗതിക്ക് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് 160. വേറൊന്നുമില്ല. അതിന്റെ ആൻസർ ഈസ് സോ സിമ്പിൾ. നമ്മള് സിമ്പിൾ എന്ന് പറയാൻ കാര്യം ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ മതി. രണ്ടാമത്തെ പാർട്ട് നോക്കുക. Nor shall any such statement or any record thereof, whether in a police diary or otherwise, or any part of such statement, record be used for any purpose, save as hereinafter provided, at any inquiry or trial. That fetters only inquiry or trial. Inquiry and trial വരുന്നത് only criminal കേസിലാണ്. ഇപ്പൊ സിവിൽ കേസില് 162ന്റെ പാറൊന്നുമില്ല. സിവിൽ കേസിനെ സംബന്ധിച്ചിടത്തോളം സാക്ഷിയുടെ 161 സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഓൺ സർട്ടിഫിക്കറ്റോ? ഡോക്ടേഴ്സ് നൽകുന്ന ഓൺ സർട്ടിഫിക്കറ്റ് 162ന്റെ ഹിറ്റ് വരുമോ? ആർക്കും പറയാനോ? വരില്ല. വൈ? വരില്ല. എന്തുകൊണ്ടാ? ഡോക്ടറുടെ പ്രൈമറി എവിഡൻസ് ആയതുകൊണ്ട്. ഡോക്ടർ ഡയഗ്നോസ് ചെയ്തെടുത്ത വിവരങ്ങളാണ് ഓൺ സർട്ടിഫിക്കറ്റ് ഉള്ളതെന്നുള്ളത് ഡയറക്റ്റ് എവിഡൻസ് ആണ്. യെസ്, ദാറ്റ്സ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ് ഓർ നോട്ട് എ റെക്കോർഡ്. അത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണത്. ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ്. അല്ലാതെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ സമയത്ത് നൽകുന്ന റെക്കോർഡ് അല്ല അത്. അതുകൊണ്ട് 162 ഹിറ്റിലേക്ക് പെടില്ല ഓൺ സർട്ടിഫിക്കറ്റ് ഒന്നും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് സീൻ മഹസർ. സപ്പോസ് സീൻ മഹസർ രണ്ട് രീതി തയ്യാറാക്കാം. ഒന്ന്, ഈ പോലീസ് ഓഫീസറിന് സീൻ ഓഫ് ഒക്കറൻസ് അറിയാമെങ്കിൽ അയാൾക്ക് സീൻ മഹസർ തയ്യാറാക്കാം. സാധാരണ പോലീസ് ഓഫീസേഴ്സിന് സീൻ ഓഫ് ഒക്കറൻസ് അറിയില്ല. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു സാക്ഷിയോട് ചോദിക്കും ഏതാണ് സംഭവ സ്ഥലം. അപ്പൊ സാക്ഷി ചൂണ്ടിക്കാണിക്കും ഇതാണ് സംഭവ സ്ഥലം എന്ന് പറയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സീൻ മഹസർ പോലീസ് ഓഫീസേഴ്സ് തയ്യാറാക്കുന്നത്. ഈ സീൻ മഹസർ 162ന്റെ ബാറ് വരുമോ? സപ്പോസ് ദാറ്റ് സീൻ മഹസർ വാസ് പ്രിപ്പയർഡ് ബൈ ദ പോലീസ് ഓഫീസർ on the basis of the information furnished by a witness. വരുമോ? വരില്ല. Why? സ്റ്റേറ്റ്മെന്റ് അല്ല. അതൊരു relevant factor. Statement was given by the person to the police officer. This is the place of occurrence. But it is a fact relevant under section 7. Before investigation. 7 പ്രകാരം ഒന്നും വരുന്നില്ല. 7ൽ വരുന്നില്ല. എഫക്റ്റ് ഒന്നും വരുന്നില്ല. 160 നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 162ന്റെ പെർവിയിലേക്ക് വരുമോ? Reduced to writing. Part of FIS. ഏത്? പാർട്ട് ഓഫ് FIS അല്ല, ഇൻവെസ്റ്റിഗേഷൻ സമയത്താണ് ഇത് നൽകുന്നത്. സാക്ഷിയുടെ സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ അവിടെ പ്രൂവ് ചെയ്യുന്നത്. സാക്ഷിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിലാണ് പോലീസ് ഓഫീസർ എന്ത് തയ്യാറാക്കുന്നത്? അതെ, മഹസറല്ലേ വരുന്നുള്ളൂ. പക്ഷെ സാക്ഷിയുടെ സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ പ്രൂവ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് സീൻ മഹസർ തയ്യാറാക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് മാത്രമേ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, റെക്കോർഡ് ദെയർ ഓഫ്
അതിനെ സംബന്ധിക്കുന്ന എന്തായാലും ശരി തന്നെയാണ്. നോട്ട് സ്റ്റേറ്റ്മെന്റ് അലോൺ, റെക്കോർഡ് there prepared by the investigating officer. ആണ്. പക്ഷെ on the base, see, that was prepared by the investigation on the basis of the statement given by a witness. On the basis of a statement given by a witness. Sir, my doubt is it not a fact? ഒരാള് on at a time. ഏത് അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറയാം. Sir, Investigating officer description is only admissible. ഏത് Investigating officer description of site plan is only admissible. മറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അല്ല, that site plan was prepared on the basis of a statement or information furnished by a witness in the course of investigation. Yes. ആണല്ലോ, അതെ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഒരു സാക്ഷി പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് നമ്മുടെ ഓൺ 61 സ്റ്റേറ്റ്മെന്റ്. ഓൺ 61 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് നമ്മുടെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റും പൊസഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കളക്ട് ചെയ്യുന്നത് പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. ആ പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പ്രകാരമാണ് ഓൺ 62ന്റെ ഹിറ്റ് വരുന്നത്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഓഫീസർ സീൻ മഹസർ തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും ഹിറ്റ് വരും. പക്ഷെ ആ ഒരു എക്സ്റ്റെന്റിലേക്കൊന്നും പോയിട്ടില്ല. അപ്പം ചോദിക്കാം, വില്ലേജ് ഓഫീസർ തയ്യാറാക്കുന്ന സീൻ പ്ലാനോ? അത് വരില്ല. കാര്യം എന്താണ്? നോട്ട് ആൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ബട്ട് നമ്മുടെ പ്രോസിക്യൂട്ടേഴ്സ് ചോദിക്കാറുണ്ട്, സീൻ മഹസർ ഓൺ 62ന്റെ ഹിറ്റിലേക്ക് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ വരും എന്നാണ് എന്റെ വിശ്വാസം, എന്റെ ഉറപ്പായിട്ടുള്ള കാര്യം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രോസിക്യൂട്ടേഴ്സ് ചെയ്യുന്ന ഒരു മണ്ഡലത്തിനുണ്ട്. വില്ലേജ് ഓഫീസർ എന്ന് പറയും, ഞാൻ സീൻ ഓഫ് ഒക്കറൻസിലേക്ക് പോയി സീൻ മഹസർ തയ്യാറാക്കി അത് കാണിച്ച് മാർക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ പ്രോസിക്യൂട്ടർ എടുത്ത് ചോദിക്കും, ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സീൻ പ്ലാൻ തയ്യാറാക്കിയത്? അപ്പൊ അവര് പറയും, സീൻ മഹസറിന്റെ അടിസ്ഥാനത്തിൽ. The scene master is hit by section 162. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന സീൻ പ്ലാൻ എങ്ങനെയാ നിൽക്കുക? ഇനി ഇടയ്ക്ക് ചോദിച്ചു സീൻ മഹസറിന്റെ മാർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. Sir, the scene master is already accepted in evidence and that has been marked. Is there any problem in asking such a question to the village office? എന്ത് ചോദിക്കുന്നത്? എന്ത് ക്വസ്റ്റ്യൻ? വാട്ട് ക്വസ്റ്റ്യൻ? Scene master already marked ആണ്. Scene master മാർക്ക് ചെയ്തു എവിഡൻസിൽ. അത് ഒബ്ജക്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വില്ലേജ് ഓഫീസറെ വിസ്തരിക്കുന്ന സമയത്ത് the question of objection doesn't arise because 162 പ്രകാരം ഹിറ്റ് ആണെങ്കിൽ അവിടെ ഒബ്ജക്ഷന്റെ സ്കോപ്പ് ഒന്നുമില്ല. ഒബ്ജക്ഷന്റെ സ്കോപ്പ് ഒന്നുമില്ല. 162 ഹിറ്റ് ആണെങ്കിൽ അത് കൺസിഡർ ചെയ്യാനേ പറ്റില്ല. ഇറ്റ് വാസ് ഒബ്ജക്റ്റഡ് ഓർ നോട്ട്, ഡസന്റ് അറൈസ് അറ്റ് ഓൾ. ഓക്കെ, 162ന്റെ ഹിറ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. അതിൽ ഒബ്ജക്ഷന്റെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. ലീഗലി ബാറാണ്, സ്റ്റാറ്റ്യൂട്ടറി ബാറാണ്. അവിടെ ഒബ്ജക്ഷൻ ഒരു സ്കോപ്പും ഇല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ പൊട്ടൻസി ടെസ്റ്റ് subsequently during the course of investigation procuring the document? വരില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ FIS അല്ല ഒരു ഡോക്യുമെന്റ് മാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. 162ന്റെ ഹിറ്റിലൊക്കെ വരും. There are a lot of documents produced along with the charge. ആ ചാർജിനകത്ത് റെക്കോർഡ്. ഓക്കെ, നിങ്ങൾ അത് ചിന്തിക്കുക, എലബറേറ്റ് ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. 162ന്റെ ഒന്ന് പഠിച്ചതിന് ശേഷം അതിലേക്ക് വരുമെന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് സഹിയായിട്ട് പറഞ്ഞു പോകുന്നതാണ്. നമ്മുടെ സീൻ മഹസറിന്റെ പാലോ പറഞ്ഞ പോലെ സീൻ മഹസർ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. സാധാരണ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സീൻ മഹസർ വിറ്റ്നസിനെ കൂട്ടിലേക്ക് കയറ്റും. കയറ്റിയതിനു ശേഷം സീൻ മഹസർ എടുത്ത് കാണിച്ചിട്ട് ചോദിക്കും, ഇതിൽ കാണുന്ന ഒപ്പ് നിങ്ങളുടേതാണോ? എന്റെ ഒപ്പാണ്. ദാറ്റ് മേ ബി മാർക്ക് ആസ് എക്സിബിറ്റ് P3 എന്നോ P4. ഈ ഒരു പ്രൊസീജിയർ കറക്റ്റ് ആണോ? ഒന്ന് ചിന്തിക്കുക. സീൻ മഹസർ
സാക്ഷി അറ്റസ്റ്റിംഗ് വിറ്റ്നസിനെ എന്തിനാണ് എക്സാം ചെയ്യുന്നത്? അതൊന്ന് അതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ മാർക്ക് ചെയ്യുന്നത് ശരിയാണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സീൻ മഗസറിലെ അറ്റസ്റ്റിംഗ് വിറ്റ്നസിനെ എക്സാം ചെയ്യുന്ന പർപ്പസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അയാൾ ഹീസ് നോട്ട് സപ്പോസ് ടു നോ ദ കണ്ടന്റ് ഓഫ് ദ സീൻ മഗസർ. അത് അറിയണമെന്ന് നിർബന്ധമില്ല. അയാളുടെ അയാളെ വിസ്തരിക്കുന്നതെന്ന് വെച്ചാൽ ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ പോലീസ് ഓഫീസർ സംഭവ സ്ഥലത്തേക്ക് പോയി അവിടെ വെച്ചാണ് ഈ സീൻ മഗസർ തയ്യാറാക്കിയത് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ സാക്ഷിനെ വിസ്തരിക്കുന്നത്. അപ്പൊ ആ സാക്ഷിയെ കൊണ്ട് എന്ത് പറയിപ്പിക്കണം? ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോലീസ് ഓഫീസർ വന്ന് സീൻ മഗസർ തയ്യാറാക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഓക്കെ, സീൻ മഗസർ തയ്യാറാക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതിൽ പോലീസ് ഓഫീസർ എന്നെ സാക്ഷിയായിട്ട് സൈൻ ചെയ്യിപ്പിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ആ സീൻ മഗസർ പ്രോസിക്യൂട്ടർ സാക്ഷിനെ കാണിച്ചിട്ട്, സാധാരണ പറയുന്നത് ഇത്രയും ചോദിച്ചാലും ചോദിക്കും, ഇതിൽ കാണുന്ന ഒപ്പ് നിങ്ങളുടേതാണോ, അങ്ങനെ നിങ്ങൾ വന്നിട്ട ഒപ്പ് ഇതാണോ, അതല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്രകാരം പോലീസ് ഓഫീസർ തയ്യാറാക്കിയ മഗസറാണ്, ആ മഗസറാണ് എന്നെ കാണിച്ചത്. അപ്പൊ അത്രയും പറയുന്ന സമയത്ത് അവിടെ പ്രൂവ്ഡാണ്. എന്താണ്? പോലീസ് ഓഫീസർ സംഭവ സ്ഥലത്തേക്ക് വന്ന് സീൻ മഗസർ തയ്യാറാക്കിയെന്നത് പ്രൂവ്ഡാണ്. അല്ലാതെ അയാള് ഒരു സാക്ഷിയും ഒരു അറ്റസ്റ്റിംഗ് വിറ്റ്നസ്, ഈവൻ സെക്ഷൻ 3 നമ്മുടെ TP ആക്ടോ അവിടെ പോയാൽ പോലും ഒരു സാക്ഷിയും ആ ഡോക്യുമെന്റിന്റെ കണ്ടന്റ്സ് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെന്താ ചോദിക്കുക? സാക്ഷി എടുത്താൽ ചോദിക്കുക, നിങ്ങൾ അതിൽ എഴുതിയിരിക്കുന്ന മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തൊക്കെ എഴുതിയിരിക്കുന്നത് അറിയാമോ? എനിക്കറിയാം. എന്താ പറ, ഏത് സാക്ഷിയാ പറയാൻ സാധിക്കുക? അല്ലെങ്കിൽ ആ സാക്ഷിക്ക് എങ്ങനെയാ പറയാൻ സാധിക്കാതെ? കോടതിയുടെ സമയം മെനക്കെടുത്താണ് ഏറ്റവും ഇല്ലാതെ. ഓക്കെ, സമയം കുറെ എക്സീഡ് ചെയ്തു തോന്നുന്നു അല്ലേ? നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം അടുത്തൊരു ക്ലാസ്സിൽ കണ്ടിന്യൂ ആയിരിക്കും. ഇതിൽ തന്നെ കണക്റ്റഡ് ആയിട്ട് ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരീഡും കൂടെ ഞാൻ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇതുമായിട്ട് കണക്റ്റഡ് ആണ് കാര്യം. ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരീഡിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അതും കൂടെ അതിന്റെ കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കിയാലും നന്നായിരിക്കും. പക്ഷെ ഇന്ന് അത് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരീഡ് തന്നെ ഒരു അരമണിക്കൂർ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ സമയം നോക്കിയപ്പോൾ എക്സീഡ് ചെയ്ത് അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. കൊറോബറേഷൻ കോൺട്രഡിക്ഷനും കൂടെ വേണ്ടിയിട്ട് ഏകദേശം നല്ല സമയം വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലെ മിസ്റ്റർ പ്രമോദ്?